غايتنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله توكلت عليه وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. وصدق وبلغنا رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم: من فرح بدخول رمضان حرم الله جسده على النيران. صدق رسوله المصطفى الأمين وآله وأصحابه السالكين لنهجه القويم. توسلنا ببسم الله وبالنور رسول الله وكل مجاهد لله ومولى الشيخ عبد الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. بنور العلم والحب دواما نورا قلبي بيمنعات بالكتب بجاه الشيخ عبد الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്. ഇനിയും പാപമാലെ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്. ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. ഇരുളാം ഖബറിനെ കാത്തിരിപ്പുണ്ട്. ഇവനൊരു മയ്യിത്താകും നാളതുമുണ്ട്. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്. പലവിധ തിന്മകൾക്കും അടിമയാണ്. നിധിയെ ഒന്ന് കണ്ട് തെളിയാനാണ്. നരക കുണ്ടിലെറിയും പേടിക്കൊണ്ടാണ്. മുഅ്മിനീങ്ങളെ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ മജ്ലിസിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട മഹത്തുക്കളാകുന്ന ബദരീങ്ങളുടെ തിരു സാന്നിധ്യം അല്ലാഹു ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. വിശിഷ്യ മശായിഖിന്റെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ എല്ലാവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മുഴുവനും അല്ലാഹു ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് അതൊക്കെ വീട്ടിൽ തന്ന് അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയ്യനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ ഉറക്കനെ ബിഹഖ് നബിയ്യനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ ഉച്ചത്തിൽ ബിഹഖ് നബിയ്യനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ മദീനയിലേക്ക്, മദീനയിലെ മണവാളനിലേക്ക് 3 സ്വലാത്തുകൾ സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പവിത്രമാകുന്ന സദസ്സ് നമുക്കറിയാം, നേരത്തെ ഭാഷണങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ 11 വർഷം പിന്നിട്ട് മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിന്റെ അസ്മാഇനാൽ കോർവ ചെയ്യപ്പെട്ട ബദ്രിയത്തുൽ മങ്കൂസിയ എന്ന 60 ബൈത്തിനാൽ കോർവ ചെയ്യപ്പെട്ട മജ്ലിസുൻ നൂർ എന്ന ആത്മീയ ലോകം, അത് ഈ കേരളക്കരക്ക് അല്ല ലോകത്തിനേക്ക് തന്നെ സമർപ്പിച്ച മർഹൂം പണക്കാട്ട് പൂമുത്ത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് നവ്വറല്ലാഹു മർഖദ. അല്ലാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ തങ്ങളെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഈ ഉമ്മത്തിന്റെ ആത്മീയതയെ ഒന്ന് ക്രോഡീകരിക്കേണ്ടുന്നതുണ്ട് എന്ന് വന്യരായ ശൈഖുന പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ തന്നെ ഉസ്താദെ, നിങ്ങൾ തന്നെ അതിനൊക്കെ മുന്നുകൊടുത്തുകൊണ്ട് നിങ്ങൾ തന്നെ അതിനെ പ്രോത്സാഹനം നൽകിയിട്ട് നിങ്ങൾ തന്നെ അത് പബ്ലിഷ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ വന്യരായ ശൈഖുന പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കയ്യിന് വല്ലാത്ത ഒരു പവറുണ്ട്. കാരണം വന്യരാകുന്ന ശൈഖുനൽ മർഹൂം ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ശൈഖുനൽ മർഹൂം കണ്ണിയത്ത് ഉസ്താദും ശൈഖുന ശംസുൽ ഉലമയും ശൈഖുന ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട പാണക്കാട്ട് പൂമുത്ത് ഹൈദർ അലി തങ്ങൾ നടന്നു നീങ്ങുമ്പോ, ആ ജാമ്യയുടെ വരാന്തകളിലൂടെ നടന്നു നീങ്ങുമ്പോ ആറ്റുപൂവിനെ ചൂടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കയ്യിലുള്ള ആ സോപ്പിനെ എനിക്കൊന്ന് തരണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ആറ്റപ്പൂ പറഞ്ഞു, അത്രേ ഉസ്താദെ ഞാൻ പുതിയ ഒരു സോപ്പ് മേടിച്ചു തരാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞു, അല്ല തങ്ങളെ, നിങ്ങൾ ഉപയോഗിച്ച ആ ഒരു സോപ്പിന്റെ കഷ്ണമാണ് എനിക്ക് ആവശ്യം, നിങ്ങളുടെ ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ്. ഇത്രയും വലിയ ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട്ട് പൂമുത്ത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് നവ്വറല്ലാഹു മർഖദ. അല്ലാഹു മഹാനരുടെ ദറജകളെ ഏറ്റി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ സാന്നിധ്യവും അവരുടെ മദദും അല്ലാഹു നമുക്ക് ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ സമയത്ത്, വളരെ പവിത്രമായ ഈ സുദിനത്തിൽ, ശഅബാന്റെ 15 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോ ബറാഅത്തിന്റെ സുന്ദരമാകുന്ന ആ ദിവസവും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഇനി ഏതാനും പരിശുദ്ധമാകുന്ന ശഅബാനിൽ ഏതാനും സുദിനങ്ങൾ കൂടെ നമ്മിൽ ബാക്കിയായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അശ്രദ്ധവാന്മാരായി പോവരുത്. വരുന്ന ദിവസങ്ങളും നാം അല്ലാഹുവിനക്ക് വഴിപ്പെട്ടുകൊണ്ട് അവന് ഇഷ്ടപ്പെടുന്നതാകുന്ന രൂപത്തിൽ, അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നമ്മളുടെ സമയങ്ങളെ ചെലവഴിക്കണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. മഹാനാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സ്വഹാബുൽ കിറാമിനോട് പറയുന്നുണ്ട്, ഹദിയാകുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ, മുത്തു റസൂലുള്ളാഹിന്റെ പ്രിയതമയായ ആയിഷത്തു സിദ്ദീഖ ഹദിയാകുന്ന ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങ് റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അങ്ങ് നോമ്പനുഷ്ഠിക്കുന്നത് പരിശുദ്ധ ശഅബാനിലാണല്ലോ നബിയേ, എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ പുണ്യഭൂമേനി അവിടുന്ന് മൊഴിഞ്ഞു കൊടുത്തു, ആയിഷ ശഅബാനു ശുഹ്റും ബൈന റജബിൻ വ റമളാൻ, ശഅബാൻ എന്ന മാസമുണ്ടല്ലോ ആയിഷ, അത് ബൈന ശുഹ്റുർ റജബിൻ വ റമളാൻ, അത് റമളാന്റെയും റജബിന്റെയും ഇടയിലുള്ള ഒരു സമയമാണ് ആയിഷ. അതുകൊണ്ട് തന്നെ പൊന്നുമോളെ ആയിഷ, യുഗ്ഫലുന്നാസു ഫീഹി, ആ ദിവസത്തില്, ആ സമയങ്ങളിൽ, ആ ശഅബാന്റെ രാവുകളിൽ ആളുകൾ അശ്രദ്ധരായി പോകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അതുകൊണ്ട് തന്നെ ആയിഷ ആ ഒരു കാരണവുമുണ്ട്. മറ്റൊരു കാരണം എന്തെന്നറിയോ? തുർഫഉൽ അഅമാലു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്, ഉടമസ്ഥനായ റബ്ബിലേക്ക് ഒരു മനുഷ്യന്റെ അമലുകളെ ഉയർത്തപ്പെടുന്നത് ആ പരിശുദ്ധ ശഅബാന്റെ പകുതിയുടെ രാവിലാണ് ആയിഷ. അതിനല്ലാഹു തെരഞ്ഞെടുത്തത് ശഅബാൻ മാസമാണ്. അതുകൊണ്ട് തന്നെ ആയിഷ വഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ, അള്ളാന്റെ അടുക്കലേക്ക് എന്റെ അമലുകളെ ഉയർത്തപ്പെടുമ്പോ ഞാനൊരു നോമ്പുകാരനായിക്കൊണ്ട്, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പുകാരനായിക്കൊണ്ട് ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ആയിഷ എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുമ്പോ മുഅ്മിനേ, ഈ പരിശുദ്ധമാകുന്ന ദിവസങ്ങളുണ്ടല്ലോ, ഇനി ഏതാനും 14 ദിവസത്തോളം, ഏറിപ്പോയാൽ 15 ദിവസം, അതിന്റെ അപ്പുറം ശഅബാനിലെ രാവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ല. ആ ശഅബാനിന്റെ രാവുകളിൽ വേണ്ടുവോളം അല്ലാഹുവിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഉടമസ്ഥനായ റബ്ബിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് നമ്മൾ ജീവിക്കണം മുഅ്മിനേ. നമ്മൾ നമ്മളുടെ കൽബിനെ ഒന്ന് തസ്കിയത്ത് ചെയ്യണം, ഒന്ന് ആത്മപരിശോധന നടത്തണം, ഒന്ന് ആത്മീയമാകുന്ന ലോകത്തേക്ക് നമ്മളൊന്ന് സഞ്ചരിക്കണം. നമ്മളുടെ കൽബിന്റെ അകത്തുള്ള കറകള് പുകകള് മുഴുവനും നീക്കിക്കളഞ്ഞുകൊണ്ട് ഉടമസ്ഥനായ റബ്ബ് പറഞ്ഞ വഴിയിലേക്ക് കേറാൻ നമുക്ക് സാധിക്കണം. മഹാനായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, മിനിങ്ങളെ, നമ്മളിലേക്ക് സമാഗതമാവാനിരിക്കുന്ന പരിശുദ്ധ ഒരു രാവ്, പരിശുദ്ധമാകുന്ന റമദാനിന്റെ ആദ്യത്തെ രാവ്, ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും ഉണ്ടായതുപോലെയല്ല, ഈ വർഷം നമുക്കതിലൊരു മാറ്റം വന്നുകൊണ്ട് നമ്മൾ സ്വമേധയെ നമ്മളുടെ കൽബിന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മളൊന്ന് ആത്മവിചിന്തനം ചെയ്യണം. ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സഹാബാ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, മൻ ഫറഹ ബിദുഖൂലി റമദാൻ, ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ സമാഗതം കൊണ്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ റമദാൻ മാസം വരികയാണല്ലോ, അല്ലാഹുവേ റബ്ബേ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വരുമ്പോ ഞാൻ എന്റെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് നിന്നിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുന്നു അല്ലാഹ് എന്ന് വല്ലൊരുത്തനും പറഞ്ഞുകൊണ്ട് വളരെയേറെ ആത്മീയ നിർവൃതിയോടുകൂടെ പരിശുദ്ധ റമദാനിലേക്ക് കടന്നു വന്നാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അല്ലാഹു അവന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു നിലക്കും അവനക്ക് നരകത്തിലേക്കുള്ള പ്രവേശമില്ല, അവൻ സ്വർഗത്തിന്റെ അവകാശി എന്ന് ഉറപ്പുവരുത്തും. കാരണം എന്തെന്നറിയോ? ആരെങ്കിലും ഒരാൾ പരിശുദ്ധമാകുന്ന റമദാനിന്റെ ആദ്യത്തെ രാവിൽ നാളെ നോമ്പാണെങ്കിൽ ഇന്നത്തെ ആ രാവുണ്ടല്ലോ, ആ പരിശുദ്ധമായ രാവിലെ ആരെങ്കിലും ഒരാൾ അല്ലാഹുവിലേക്ക് സമക്ഷം അടുത്തു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് റബ്ബേ റമദാൻ സമാഗതമാകുന്നുവല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ രാത്രിയെ പ്രതീക്ഷിച്ചിരുന്നാൽ, മഹാനായ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഇദാ കാന അവ്വലു ലൈലത്തിൻ ഫീ റമദാൻ, ആരെങ്കിലും ഒരാൾ പരിശുദ്ധ റമദാനിന്റെ ആദ്യ രാത്രിയെ പ്രതീക്ഷിച്ചിരുന്നാൽ, ആദ്യ രാത്രിയിൽ, ആ റമദാനിന്റെ ആദ്യ രാത്രിയിൽ മുഅ്മിനേ, നമ്മളൊക്കെ വളരെ അശ്രദ്ധമായി പോകുന്ന രാത്രിയല്ലേ അത്. നാളെ നോമ്പാണെങ്കിൽ ഇന്നത്തെ ദിവസത്തെ തറാവീഹിന് ആള് കുറവായി പോകുന്നത് എന്താണ്? നാളെ മുതൽ ഞങ്ങൾ തറാവീഹിന് കൂടിക്കൊള്ളാം എന്ന ഒരു ചിന്ത വരുമ്പോ, അങ്ങനത്തെ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു അലട്ടൽ വരുമ്പോ, നാളെയല്ലേ നോമ്പ്
നോമ്പനുഷ്ഠിക്കേണ്ടുന്നത്. നാളെയല്ലേ ഉടമസ്ഥന്റെ മുമ്പിൽ നോമ്പ് നോൽക്കേണ്ടുന്ന പരിശുദ്ധ ദിവസം. അതുകൊണ്ട് തന്നെ നാളെ പോലെ തറാവീഹ് എന്ന് ചിന്തിക്കുന്നവരെ, നാളെ മുതലല്ലേ സുഹൃതങ്ങൾ ചെയ്യേണ്ടുന്നതെന്ന് റമളാനെ പറ്റി ചിന്തിക്കുന്ന മുഅ്മിനേ, മുത്തുനബി തങ്ങൾ പറയുന്നു, ഇദാ കാന അവ്വലു ലൈലത്തിൻ ഫീ റമളാൻ, റമളാനിന്റെ ആദ്യത്തെ രാത്രി അങ്ങ് സമാഗതമായി കഴിഞ്ഞാൽ, നളറല്ലാഹു ബിറഹ്മ, നളറല്ലാഹു ബിറഹ്മ, അല്ലാഹു അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. അവന്റെ ഓരോ അടിമകളിലേക്കും അവൻ കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കണേ, ഉടമസ്ഥനായ റബ്ബിന്റെ ഔദാര്യം എത്രയാണ്. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹു എങ്ങാനും അങ്ങനെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ, വമൻ നളറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാ, ആരെങ്കിലും അല്ലാഹു അങ്ങനെ ആ റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ, ആ നോട്ടത്തിൽ ആരെങ്കിലും പെട്ടുപോയാൽ, ലം യുഅദ്ദിബുഹു അബദാ, ഒരിക്കലും അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല. അവനിക്ക് അല്ലാഹു ഒരു ശിക്ഷയും കൊടുക്കുകയില്ല. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ലെന്ന് കളവ് പറയാത്ത നാക്കിന്റെ, നാവിന്റെ, മൂക്കിന്റെ ഉടമയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ വരുമ്പോ, ആ ആദ്യത്തെ രാവിലേക്ക് നമ്മൾ കടക്കുമ്പോ, നമ്മളുടെ ഖൽബിനെ നമ്മളൊന്ന് തസ്കിയത്ത് ചെയ്യണം, നമ്മളൊന്ന് സംശുദ്ധീകരിക്കണം, നമുക്ക് തഖ്വ കൊണ്ട് നിറക്കണം. കാരണം ഖുർആൻ പറഞ്ഞത് അതല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ഖുർആനിന്റെ അധ്യായമാണ്. നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്തിനു വേണ്ടി എന്നറിയോ? നിങ്ങൾ പട്ടിണി കിടക്കാനല്ല, നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും മാറ്റിവെക്കാനല്ല. പിന്നെ എന്തിനു വേണ്ടിയാ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഖൽബിന്റെ അകത്തടത്തിലേക്ക് റബ്ബിനെ പറ്റി ഒരു ചിന്ത വരാനാ. നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ ഒരു തഖ്വയുണ്ടായി, പടച്ച റബ്ബേ, നീ എന്നെ ഇത്ര കാലം സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വന്ന അല്ലാഹ്, ഈ സമയം വരെ ഞാൻ നിനക്ക് പൊരുത്തപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന ഏതൊരു കാര്യമാ ചെയ്തിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്ക് മുഅ്മിനേ. നമ്മൾ ആരൊക്കെയാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ? ഞാനാണ് വലിയവനെന്ന് പറഞ്ഞ് നടക്കുന്നവരില്ലേ? എന്താ അവർക്കൊക്കെ സംഭവിച്ചത്? ഫിർഔനിന് സംഭവിച്ചത് എന്താ? എന്താ ഹാറൂന് സംഭവിച്ചത്? ഫിർഔൻ പറഞ്ഞില്ല, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാ വലിയ രക്ഷിതാവ്, ഞാനാ നിങ്ങളുടെ റബ്ബെന്ന് പറവണ്ണേ എന്ന് ആസിയ ബീവിയോട്, ഫിർഔന്റെ ഭാര്യയോട് ഫിർഔൻ പറഞ്ഞപ്പോ ആസിയ ബീവി കൊടുത്ത മറുപടി എന്താ? ഇല്ല മനുഷ്യ, അല്ലാഹു റബ്ബി, അല്ലയാ എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ മറ്റുള്ളവരോട് മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരോട് ശാരീരികമായോ മാനസികമായോ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, അതിനെയൊക്കെ മാറ്റം വരുത്തേണ്ടുന്ന സമയമാണ്. അതിനൊക്കെ തയ്യാറാവേണ്ടുന്ന സമയമാണ് പരിശുദ്ധമായ റമളാൻ. അതാണ് മഹാന്മാര് പറഞ്ഞത്, ഒരിക്കലും ഖൽബിന്റെ അകത്തളത്തിൽ മറ്റൊരാളോട് വിദ്വേഷമുണ്ടായിക്കൊണ്ട് ഒരാളുടെ റമദാനും അങ്ങനത്തെ ഒരാളുടെ ഇബാദത്തും അല്ലാഹ്ക്ക് വേണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ വരുന്നതിന്റെ മുമ്പ്, റമദാനിൽ നമ്മൾ പട്ടിണി കിടക്കുന്നതിന്റെ മുമ്പ് നമ്മളുടെ ഖൽബിൽ ഒന്ന് തഖ്വ കയറ്റണം.
കൽബിലേക്ക് തഖ്വ കയറാനുള്ള വഴി ഹനായ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്. കൽബിന്റെ അകത്തളത്തിൽ തഖ്വ ഉണ്ടാവണമെങ്കിൽ അതിനൊക്കെ 5 മരുന്നുകളുണ്ട്. ഈ 5 കാര്യങ്ങളും ചെയ്താൽ തന്നെ അവനക്ക് തഖ്വ ഉണ്ടാവുള്ളൂ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഡോക്ടർ ഗുളിക തരുമ്പോ, നമ്മളൊരു പനിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പാരസെറ്റാമോളും പിന്നെ കുറച്ച് ഗുളികകളും എഴുതും. നമ്മളെന്ത് ചെയ്യും? പാരസെറ്റാമോൾ മാത്രം കുടിക്കും. അപ്പോ നമ്മളെ പനി മാറും, പക്ഷെ വേറെ അതിന്റെ സൈഡ് എഫക്റ്റുകൾ വേറെ വരും. അതുപോലെയാണ് ഇതും. ഈ 5 കാര്യങ്ങൾ ഉണ്ടാവണം. ഈ 5 ഉണ്ടായാലേ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിക്കൊണ്ട് കൽബിൽ തഖ്വ കയറാൻ സാധ്യമാവുകയുള്ളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 5 കാര്യത്തിൽ ഒന്നാമത്തതായി മുത്തുനബി തങ്ങൾ പറയുന്നത്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പലപ്പോഴും അശ്രദ്ധവാന്മാരായി പോകുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധ വിട്ടു പോകുന്ന ഒരു ശുദ്ധ റമദാൻ വരുമ്പോഴും നമ്മൾ ചിലപ്പോൾ എന്താകും, നമ്മൾ തറാവീഹ് നിസ്കരിക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഒന്നാമതായി മുത്തുനബി തങ്ങൾ പറയുന്നത്, ഹബീബായ തങ്ങൾ പറയുന്നു, ഒന്നാമത്തതായി തിലാവത്തുൽ ഖുർആൻ. ഒന്നാമത് കൽബിലേക്ക് തഖ്വയുണ്ടാവേണ്ടുന്ന ആദ്യത്തെ പണി അത് തിലാവത്തുൽ ഖുർആൻ. ഖുർആനോദലാണ് ആവശ്യം. എത്ര ആളുകൾ, നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്വമേധയെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ, നമ്മൾ എത്ര ആളുകൾ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ ആവുമ്പോഴേക്ക് എത്ര ഖത്മുകൾ തീർത്തിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോ ഒരു ഖത്മും തീർക്കാത്തവരും നമ്മളുടെ കൂട്ടത്തിലില്ലേ മുഅ്മിനീങ്ങളെ? ഖുർആൻ നേരാവണം ഓതാൻ കഴിയാത്ത, തെറ്റുകൂടാതെ ഓതാൻ കഴിയുന്ന ആരൊക്കെ നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചോമന മക്കളെ നമുക്ക് മദ്രസയിലേക്ക് പറഞ്ഞേക്കാനോ നമ്മളുടെ മക്കളെ ദർസ് സംവിധാനത്തിലേക്ക് വിട്ടേക്കാനോ നമുക്ക് താല്പര്യമില്ല. എന്താ താല്പര്യമില്ലാത്തത്? ഉസ്താദേ, എന്റെ മകൻ അങ്ങനെ താല്പര്യമില്ല, അവൻ MBBS ആവണം, അതല്ലെങ്കിൽ IAS ആവണം. ആയിക്കോട്ടെ, ശരിയാണ്. MBBS ഉം IAS ഉം ഒന്നും തെറ്റല്ല, അതൊക്കെ വേണ്ടതാണ്, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അള്ളാന്റെ ദീന് വിട്ടുകൊണ്ട് നീ എന്ത് MBBS ആയാലും IAS ആയാലും നാളെ അള്ളാന്റെ അടുക്കലേക്ക് പോകുമ്പോ, ഖബറാകുന്ന മണിയറയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ, മോനെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ മക്കളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ. നാളെ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരുപക്ഷെ നമ്മളുടെ മകൻ IAS കാരനാവാം, അവൻ കളക്ടറായിക്കൊണ്ട് വിലസുന്നവനായിരിക്കാം. പക്ഷേ നമ്മളങ്ങ് മരണപ്പെട്ട് കഴിയുമ്പോ നമ്മളെ ആ പള്ളിക്കാട്ടിലേക്ക്, നമ്മളുടെ പള്ളി ഖബർസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് നമ്മളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു ചോദ്യമില്ലേ? ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവസാനം അവിടുന്ന് ഒരു വിളിയാളം കേൾക്കുന്നുണ്ട്, മകന് വരാനുണ്ട്. എവിടെ? വാപ്പ മരണപ്പെട്ടിട്ട് ഏകദേശം 10 മണിക്കൂർ പിന്നിടുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നോമന മകന് വരാറുണ്ട്. മകന് തിരക്കുകൾക്കിടയിലാണെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട ഉമ്മ, ഇത് തന്നെയാണ് ഇന്ന് നമ്മളുടെ മക്കളുടെ അവസ്ഥ. ഇതുകൊണ്ടാണ് ഇന്ന് മുഴുവൻ മക്കളും ആകെ മാറി ചിന്തിച്ചത്. നമ്മളുടെ അങ്ങേയറ്റത്തോ അതല്ലെങ്കിൽ അന്റാർട്ടിക്കയിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ അല്ലല്ലോ. ഈ അടുത്ത് കഴിഞ്ഞ സംഭവം മലപ്പുറം ജില്ലയിലല്ലേ? മുസ്ലിമീങ്ങളെ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലല്ലേ ഈ അടുത്ത് കഴിഞ്ഞ ഒരു സംഭവം? മുഅ്മിനേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഉമ്മ തന്റെ പിന്നോമന മകനെ, തന്റെ പ്രിയപ്പെട്ട എല്ലാ ലാളനകളും എല്ലാ പരിചരണങ്ങളും നോക്കി വളർത്തിക്കൊണ്ട് തന്റെ മകനെ എല്ലാ വിധത്തിലും കൈയാണോ കാലാണോ വളരുന്നെന്ന് നോക്കി വളർത്തിക്കൊണ്ട്, കൈയാണോ കാലാണോ വളർന്നു വരുന്നത് എന്ന് നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ മകനെ അങ്ങ് വളർത്തിക്കൊണ്ട് വന്നിട്ട് 24 വയസ്സായ ആ മകന് ചെയ്ത കഥ നമ്മൾ കണ്ടതല്ലേ ഉമ്മ? ആ മകന് ചെയ്ത പണി എന്താണ്? പാവപ്പെട്ട തന്റെ പ്രിയപ്പെട്ട മാതാവ് രോഗശവയിലായി കിടക്കുകയാ, ക്യാൻസറിന് അഡിക്റ്റായ ഉമ്മയാ. ആ
ഉമ്മയെ ഒന്ന് ചികിത്സിക്കാൻ, ആ ഉമ്മയെ ഒന്ന് പരിചരിക്കാൻ ഈ മകനക്ക് സമയമില്ലെന്ന് മാത്രമല്ല മുഅ്മിനേ, ഇവൻ വന്നുകൊണ്ട് ഈ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ മടാള് എവിടെയാ വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് ആ സാധുവായ പ്രിയപ്പെട്ട പൊന്നുമ്മ എന്റെ മകൻ എന്താവശ്യത്തിനാണെന്നറിയാതെ ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു കൊടുത്തു, മോനെ ആ അമ്മിക്കല്ലിന്റെ ചോട്ടിലുണ്ടടാ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ മടാള് കൊണ്ടുവന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ 24 40 വെട്ടുകൾ വെട്ടിയിട്ട് ആ ഉമ്മയങ്ങ് കൊന്നുകളഞ്ഞില്ലേ മോനെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ ഉമ്മയെ അവര് കൊന്നുകളഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകർ അവനോട് ചോദിച്ച ചോദ്യമുണ്ട്, എടാ മോനെ നീ എന്തിനാ നിന്റെ ഉമ്മയെ വധശിക്ഷ വിധിച്ചത്, നീ എന്തിനാ നിന്റെ ഉമ്മയെ കൊന്നെടുക്കിയതെന്ന് ചോദിച്ചപ്പോ ഈ മകൻ പറഞ്ഞു അത്രേ. പത്രപ്രവർത്തകരോട് ഈ മകൻ പറഞ്ഞത് നമ്മൾ കണ്ടതല്ലേ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടതല്ലേ. ഈ മകന്റെ മറുപടി, എന്നെ ഈ ഭൂമുഖ ലോകത്തേക്ക് പ്രസവിപ്പിക്കപ്പെട്ടതിന്, എന്നെ പ്രസവിച്ചിട്ടതിന് ഞാൻ എന്റെ ഉമ്മക്ക് കൊടുത്ത ശിക്ഷയാ. എന്റെ ഉമ്മനെ ഞാൻ കൊന്നത്, എന്റെ ഉമ്മനെ ഞാൻ വെട്ടിപ്പൊളിച്ചത്, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണെന്ന് പറയുമ്പോ മുഅ്മിനേ, നമ്മളുടെ കാലം എവിടേക്ക് നീങ്ങിയിട്ടുണ്ട്, എവിടേക്കാണ് ഈ കാലത്തിന്റെ സഞ്ചാരം? ഒരിക്കലും കാലത്തെ പരിചരിക്കല്ലേ, കാലത്തെ പറ്റി പരാതി പറയല്ലേ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യനാ പരാജയത്തിൽ, മനുഷ്യനാണ് പരാജയത്തിൽ മുഅ്മിനേ. അതുകൊണ്ടാണ് നമ്മളുടെ മക്കൾ, നമ്മളുടെ മദ്രസ സംവിധാനം ഒന്ന് പരിശോധിച്ചു നോക്കണം. എത്ര മക്കളാണ് നമ്മളുടെ മക്കളിൽ, എത്ര പേരാ നമ്മളുടെ മദ്രസയിൽ പഠിക്കുന്നത്? പലരും പല ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ ചേർത്തിക്കഴിയുമ്പോ പ്രിയമുള്ള രക്ഷിതാക്കളെ, നിങ്ങളെ വിമർശിക്കുകയല്ല, നിങ്ങളെ വിമർശനത്തിന് വേണ്ടി പറയുന്നതല്ല. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇങ്ങനെ വളർന്നു വരുന്ന നമ്മളുടെ മക്കളുണ്ടല്ലോ, ഇവർക്ക് ദീനീ ബോധമില്ലാതെ, ദീനിന്റെ ചുറ്റുപാടില്ല, ദീനിന്റെ ചൈതന്യങ്ങളെ ഒന്നിനെയും വകവെക്കാതെ അവര് സ്വന്തം ഉമ്മയെയും സ്വന്തം വാപ്പയെയും വെട്ടിക്കൊലപ്പെടുത്തുന്ന മക്കളല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് അല്ലാഹുവിന്റെ ദീനിനെ നിലനിർത്താൻ, പരിശുദ്ധമാകുന്ന ഈ ദീനിനെ കൊണ്ട് നടക്കാൻ പ്രാപ്തനായ മക്കള് നമുക്ക് വേണ്ടേ? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിലേക്ക് മടങ്ങി വരട്ടെ മുഅ്മിനേ. നമ്മളുടെ ഖൽബിനെ ഒന്ന് തസ്കിയത്ത് ചെയ്യണം. തസ്കിയത്ത് ചെയ്യാൻ ഒന്നാമതായി വേണ്ടത് ഖൽബ് ശുദ്ധീകരിക്കാൻ തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഖുർആനിന്റെ മാസ്മരികതയെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മഹാന്മാരാകുന്ന മഹത്തുക്കള് പറയുന്നുണ്ട്, ബീബായ മുത്തുനബി തങ്ങൾക്ക് നമുക്കൊക്കെ അറിയാമല്ലോ മുഅ്മിനേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ നിന്നുള്ള ഓർഡർ പ്രകാരം മുത്തുനബി തങ്ങൾക്ക് സന്ദർഭത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് കൊണ്ടുവന്നു കൊടുത്തതല്ലേ പരിശുദ്ധ ഖുർആൻ. അതെല്ലാ ദിവസവും മുത്തുനബി തങ്ങൾക്ക് അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോ ചരിത്രങ്ങളിൽ കാണാം, മഹാന്മാര് പറയുന്നത് കാണാം, ഓരോ റമളാൻ ആവുമ്പോഴും, ഓരോ റമളാൻ സമാഗതമായാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മഹാനാകുന്ന ജിബ്രീൽ വന്നുകൊണ്ട്, നബിയേ ഇഖ്റ യാ റസൂലല്ലാഹ്, ഓതണം നബിയേ, ഓതണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ കൊണ്ടുവന്നു കൊടുത്ത മുഴുവൻ ആയത്തുകളും കോർവ ചെയ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളെ മുഴുവനും ഒരു റമളാനിൽ മുത്തുനബി തങ്ങള് ഒരു പ്രാവശ്യം ജിബ്രീൽ മുഴുവനും ഓതിക്കൊടുക്കും. അത് മുഴുവനും തിരിച്ചങ്ങോട്ടും അഷ്റഫുൽ ഖൽഖ് ഓതിക്കൊടുക്കുമെന്ന് ചരിത്രം പറയുമ്പോ മുഅ്മിനേ, നമുക്കൊരു റമളാൻ സമാഗതമാകുമ്പോ ഒരു ഖത്മെങ്കിലും തീർക്കാൻ നമുക്ക് സാധ്യമാവണം പ്രിയപ്പെട്ട മുഅ്മിനേ. ആ
ആദ്യമായി ഞാൻ എന്നോട് വഴന്ന് പറയാ, പിന്നെ നിങ്ങളോടും പറയുകയാ മുഅ്മിനീങ്ങളെ, ഖൽബ് നന്നാവാനുള്ള ഒന്നാമത്തെ മരുന്ന് തിലാവത്തുൽ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിനെ വല്ലാതെ ഖുർആനിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഖുർആനെ ഇഷ്ടപ്പെട്ട് ഓതിക്കഴിഞ്ഞാൽ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ പാരായണം ചെയ്യണേ. കാരണം ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. കാരണം ഖുർആൻ നാളെ ആഖിറത്തിൽ ഖുർആൻ നിങ്ങൾക്ക് ശുപാർശകനായി വരും. അല്ലാഹുവേ, ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്നവൻ എന്നെ പാരായണം ചെയ്തിരുന്നു, അതുകൊണ്ട് റബ്ബേ നീ അവനക്ക് സ്വർഗപ്രവേശനം കൊടുക്കണേ അല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചിന്തിച്ചു നോക്കണേ മുഅ്മിനീങ്ങളെ, മുത്തുനബി തങ്ങൾ പോലും ഓരോ റമദാനിലും മുത്തുനബി തങ്ങൾ പോലും ഖുർആൻ പഠിക്കാൻ അതനുസരിച്ച് ഓതിക്കൊടുക്കാൻ സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ആരാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? മദീനയുടെ രാജകുമാരനാരാ? ലോകത്തിന്റെ നേതാവല്ല മുഅ്മിനേ. ലോകം മുഴുവനും അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിരസിച്ചവരാ ഹബീബ് നബി തങ്ങള്. ആ റസൂലാ നാളെ നമുക്ക് ശുപാർശ ചെയ്യാനുള്ളത്. ഹീന യദ്ഉ ആദമു വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ ഹീന യദ്ഉ ഖൈരി ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. നാളെ മഅശറാവൻ സഭയില് ആ ചെമ്പിനാലുള്ള നിലത്ത് ഓരോരുത്തരും അവരവരുടെ തെറ്റിന്റെ തോതനുസരിച്ച് വിയർപ്പില് മുങ്ങി നിൽക്കുമ്പോ ഓരോരുത്തരും ഓടി വന്നുകൊണ്ട് ഓരോ പ്രവാചകന്മാരുടെ ചാരയും ചെന്നുകൊണ്ട് ആദ്യമായി ആദം നബിന്റെ ചാര ചെന്നിട്ട് പറയും, ആദം നബിയേ, അങ്ങ് ഞങ്ങൾക്കൊന്ന് ശഫാഅത്ത് ചെയ്യണേ, അല്ലാഹുവിനോടൊന്ന് ശുപാർശ ചെയ്യണേ. ആദം നബി പറയുമത്രേ, നഫ്സി നഫ്സി, മോനെ ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ വളരെ ബേജാറിലാണ്. അങ്ങനെ അടുത്ത നബിയുടെ അടുക്കലേക്ക് പോകും. അങ്ങനെ അവസാനം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരയെത്തും. ആ സമയത്ത് മുത്തുനബി തങ്ങൾ സുജൂദിലാ. ആ സുജൂദില് കടന്നുകൊണ്ട് പറയുന്നത്, റബ്ബേ, എന്റെ ഉമ്മത്തിനെ നരകത്തിലേക്ക് കടത്തല്ലേ അല്ലാഹ് എന്ന് മുത്തുനബി തങ്ങൾ അവിടെ കടന്നുകൊണ്ട് സുജൂദില് കടന്നുകൊണ്ട് പറയും, പടച്ചോനെ, അവരെ നീ രക്ഷപ്പെടുത്താതെ ഈ മുഹമ്മദാകുന്ന ഞാൻ തല ഉയർത്തില്ല അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങൾ അവിടെ ഉറപ്പിച്ചു നിൽക്കുമ്പോ കരഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുമത്രേ. ആ സമയത്ത് അല്ലാഹു പറയുമത്രേ, ഇർഫഅ റഅസക യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ തല ഉയർത്തണം നബിയേ. അങ്ങനെ ഉമ്മത്തിനെ മുഴുവനും സ്വർഗത്തിലേക്ക് ആനയിച്ചിട്ടല്ലാതെ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് എഴുന്നേൽക്കില്ലെന്ന് ചരിത്രം പറയുമ്പോ മുഅ്മിനീങ്ങളെ, ആ മുത്തുനബി തങ്ങളടക്കം ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം അവിടുന്ന് നമുക്ക് വേണ്ടി എല്ലാ തലത്തിലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതും ഉമ്മത്തിനെ ആലോചിച്ചുകൊണ്ട് ഉമ്മത്തിനക്ക് വേണ്ടി മാത്രം ജീവിച്ച മുഹമ്മദ് മുസ്തഫ, ഉമ്മത്തിന് വേണ്ടി മാത്രം ജീവിച്ചവരാ. ഒരു ദിവസം ബഖീഇലേക്ക് മുത്തുനബി തങ്ങൾ പോയിട്ട് ബഖീഇൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാണ്.
അന്ന് ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് പോകേണ്ട ദിവസമാണ്. ആയിഷ ബീവി മുത്തുനബിയെ കാണാതിരുന്നപ്പോ, മുത്തുനബി വിരിപ്പിലുണ്ടായിരുന്നു, വിരിപ്പിൽ കാണാതെയായപ്പോ ആയിഷ ബീവി ആകെ വനന്തു. ആയിഷ ബീവി പറയാ, ഞാൻ വിചാരിച്ചു പോയി, ഞാൻ ഭാവിച്ചു പോയി, മുത്തുനബി തങ്ങള് മറ്റേതെങ്കിലും ഭാര്യമാരുടെ അടുക്കലേക്ക് പോയതാണോ എന്ന് ചിന്തിച്ചു പോയി. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പോയി നോക്കിയപ്പോ ഹബീബായ തങ്ങള് ബഖീയിൽ നിന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്താ ദുആ ചെയ്യുന്നത്? റബ്ബേ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മതി, എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് മുത്തുനബി തങ്ങൾ ബഖീയിൽ വെച്ച് ദുആ ചെയ്യുകയായിരുന്നുവെന്ന് ആയിഷ ബീവി പറയുമ്പോ, മുഅ്മിനേ, എല്ലാ നിലത്തിലും നമുക്ക് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ത്യാഗങ്ങള്, കഠിനാധ്വാനങ്ങൾ സഹിച്ചവർ, ആ നബി പോലും, ആ മുഹമ്മദ് മുസ്തഫ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പോലും ഒരിക്കൽ പറയുമത്രേ, ഇവിടുന്ന് പോലും നാളെ ആഖിറത്തിൽ പറയുമത്രേ, ഖുർആൻ ഓതാത്തവരെ പറ്റി, ഖുർആനുമായി ബന്ധപ്പെടാത്തവരെ പറ്റി, ഖുർആനുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തവരെ പറ്റി നബി തങ്ങള് അല്ലാഹുവിനോട് പരാതി പറയുമത്രേ. അല്ലാഹ് യാ റബ്ബ് അന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, റബ്ബേ അല്ലാഹുവേ, പരിശുദ്ധമാകുന്ന ഖുർആനിനെ ഒന്ന് പാരായണം ചെയ്യാതെ, ആ ഖുർആനിൽ പറഞ്ഞതിനെ മുറുകെ പിടിച്ച് ജീവിക്കാത്തവർക്ക് നാശം സംഭവിക്കട്ടെ എന്ന് ആ നബി തങ്ങൾ വരെ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളുടെ ഖൽബിലേക്ക് തഖ്വയൊക്കെ എത്തി വെക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ഖുർആനിന്റെ വാഹകരാവണം, നിത്യമായും ഖുർആൻ ഓതുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും റമദാൻ കഴിയുമ്പോഴേക്കും ഒരു ദിവസം ഒരു ജുസ് വെച്ച് ഓതിയാൽ റമദാൻ കഴിയുമ്പോഴേക്ക് ഒരു ഖത്ം എങ്ങനെയായാലും കഴിയും. അങ്ങനെ ഖത്മുകൾ തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഖുർആൻ ഓതാൻ കഴിയാത്തവർക്കോ? ഖുർആൻ ഓതാൻ കഴിയൂല, അവർക്ക് ആകെ അറിയാം യാസീനു മാത്രാണ്, വേറൊന്നും ഓതാൻ കഴിയൂല. അങ്ങനത്തെവർക്ക് എന്താണ്? അവിടെയും മഹാന്മാര് പറയുന്നുണ്ട്, ഫാത്തിഹ ഓതാൻ അറിയുന്നവനാണെങ്കിൽ അവൻ ഫാത്തിഹകളെ പെരുപ്പിച്ചു കൊള്ളട്ടെ. അവന് ഫാത്തിഹകൾ അങ്ങനെ അധികരിപ്പിച്ചാൽ അവനക്കും ഈ പുണ്യം അല്ലാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരക്കാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. അതുപോലെ രണ്ടാമതായി മുത്തുനബി തങ്ങൾ എണ്ണി പറയുന്നു, രണ്ടാമതായി ഒരു മനുഷ്യന്റെ ഖൽബിലേക്ക് തഖ്വ കയറണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ഖൽബിൽ തഖ്വ ഉണ്ടാവണമെങ്കിൽ രണ്ടാമതായി വേണ്ടത് വഖിയാമു ലൈലിൻ, അവൻ രാത്രി സമയങ്ങളിൽ നിസ്കരിക്കലാണ്. 5 വക്ത നമസ്കാരങ്ങൾ കൃത്യമായി നടത്തലല്ല മുഅ്മിനേ, രാത്രി സമയം ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഉടമസ്ഥനായ റബ്ബിനോട്, ഉടമസ്ഥനായ അല്ലാഹുവിനോട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും നിന്റെ പ്രതിസന്ധികളും അല്ലാഹുവിനോട് സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കലാണ്. എന്നാൽ അവന്റെ ഖൽബിൽ തഖ്വയുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, തഖ്വയുണ്ടാവാനുള്ള നിദാനമായിട്ടാണ് ഈ തഹജ്ജുദിനെ പറയുന്നത്. മഹാനായ മുത്തുനബിയുടെ ഒരു ചരിത്രമുണ്ട് മുഅ്മിനീങ്ങളെ. ഹദിയാകുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, ഒരു ദിവസം ആയിഷ ബീവിയുടെ വീട്ടിൽ മുത്തുനബി തങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. മുത്തുനബി തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഖിയാമുൽ ലൈലിന്റെ സമയത്ത് രാത്രിയുടെ രാമങ്ങളിൽ ഹബീബായ തങ്ങൾ നിന്നങ്ങനെ നമസ്കരിക്കുകയാണ്. റസൂലുള്ള അങ്ങനെ നിന്ന് നിസ്കരിക്കുകയാ. അവിടുന്ന് നിസ്കരിച്ചുകൊണ്ട് അവിടുത്തെ കാൽ തണ്ണുകൾ മുഴുവനും നീര് നിറഞ്ഞിട്ടുണ്ട്.
അവിടുത്തെ കാൽത്തണ്ടകളിലൂടെ നീര് നിറഞ്ഞിട്ടുണ്ട്. മുത്തനബി തങ്ങൾക്ക് നിൽക്കാൻ വരെ പ്രയാസമാകുന്നുണ്ട്. അവിടുത്തെ കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുന്നുണ്ട്. സലാം വീട്ടാൻ കാത്തിരിക്കുന്നു ആയിഷ ബീവി. മുത്തനബി തങ്ങൾ സലാം വീട്ടിയപ്പോ ഉടനെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എന്താ നബിയേ, എന്തിനാ അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാ അങ്ങിങ്ങനെ നിസ്കരിക്കുന്നത് നബിയേ? അങ്ങിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട്, അങ്ങിങ്ങനെ എല്ലാം മറന്നുകൊണ്ട് നബിയേ, സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ അങ്ങല്ലേ മുസ്തഫ, അങ്ങെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നബിയേ? ഈ ചോദ്യം ചോദിച്ചപ്പോ മുത്തുനബി തങ്ങൾ ചരിത്രം പറയുന്നു, മുത്തുനബി തങ്ങൾ കരഞ്ഞ കലങ്ങിയ കണ്ണുമായി കൊണ്ട് ഹബീബ് അവിടുന്ന് പറഞ്ഞു, ആയിഷ അഫലാ അന്നകൂനു അബദൻ ശകുറാ, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നന്ദിയുള്ള അടിമയാകണ്ട ആയിഷ. ആരാ പറയുന്നത്? മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നേതാവല്ലേ പറയുന്നത്. ലോകത്തിന്റെ നേതാവ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫലാ നകൂന അബദൻ ശകൂറാ, അല്ലാഹുവിന്റെ നന്ദിയുള്ള അടിമയാകണ്ട ഞാൻ. ആ ചോദ്യം മുത്തുനബി തങ്ങൾ അതിന്റെ മറുപടി അങ്ങനെ പറഞ്ഞപ്പോ ഖൽബുള്ള മുഅ്മിനേ, ഖൽബിന്റെ ഉള്ളിലേക്ക് ആ ചോദ്യത്തിന്റെ മറുപടി അങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് വിട്ടുപിരിഞ്ഞത് മുതൽ ഒരു ദിവസവും റബ്ബേ രാത്രിയുടെ രാമങ്ങളിൽ ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാതെ ഞാൻ കടക്കില്ല അല്ലാഹ് എന്നൊരു ദൃഢപ്രതിജ്ഞ എടുക്കണം. നിങ്ങളെ ഇനി വരുന്ന പരിശുദ്ധ റമദാൻ ഉണ്ടല്ലോ, അതിന്റെ അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ എഴുന്നേൽക്കാറില്ലേ? എങ്ങനെയാ കറക്റ്റ് നമുക്ക് അത്താഴത്തിന് എഴുന്നേൽക്കാൻ കഴിയുന്നത്? തഹജ്ജുദിലേക്ക് നമുക്ക് സാധ്യമല്ലല്ലോ. ഓരോരുത്തർക്കും അവരുടേതാകുന്ന സമയങ്ങളിൽ തഹജ്ജുദ് നമസ്കരിക്കാം. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് പിന്നീട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഈ റമദാനിൽ അത്താഴത്തിന്റെ സമയത്ത് വലിയ മഹത്വങ്ങളുണ്ട്. ആ സമയം ചില ആളുകളൊക്കെ വലിയ അഭിമാനത്തിൽ പറയും, പിറ്റത്തെ ദിവസം രാവിലെ വന്നിട്ട് പറയും, ഞാൻ ഇന്നലെ അത്താഴം കൂടിയും കഴിക്കാതെ നോമ്പെടുത്തിക്കണ്. വലിയ അഭിമാനത്തിൽ ഇങ്ങനെ നിന്ന് പറയാക്കാറ്, ഞാൻ ഇന്നലെ അത്താഴം കൂടിയും കഴിക്കാതെ. ഇപ്പോഴും ഒരു ക്ഷീണമൊന്നുമില്ല. അങ്ങനെ പറയുന്ന മനുഷ്യ പൊട്ടനാണ്. കാരണം അത് സുന്നത്താണ്. അത്താഴം കഴിക്കൽ, അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണ് അത്താഴം കഴിക്കേണ്ടത്? എപ്പോഴാണ് അത്താഴത്തിന്റെ സമയം? അത് എല്ലാ മൂല്യന്മാരും ആൾ പറയുമ്പോ പറയും, പക്ഷെ അതുവരെ പറഞ്ഞിട്ടാണ് നിർത്തും, ബാക്കിന് പറയില്ല. എല്ലാരും പറയും എന്ത്, സുബഹ് പരമാവധി സുബഹിനോട് അടുത്ത സമയത്തേക്കാണ് അത്താഴം കഴിക്കേണ്ടത്. ശരി തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഭാഗം കൂടി ഉണ്ട്. ഇത് പണ്ട് മറ്റുള്ള ആളുകൾ പറഞ്ഞതുപോലെ അവർക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു നിർത്തും എന്നതുപോലെ സുബഹിനോട് അടുത്ത സമയത്ത് തന്നെയാണ്. പക്ഷേ ചരിത്രത്തിൽ കാണാം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 ആയത്തിനെ ഓതാൻ പറ്റുന്ന സമയം ബാക്കി വെച്ചുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ അത്താഴം കഴിച്ചിരുന്നത്. അഥവാ 5 മണിക്കാണ് വാങ്ങെങ്കിൽ 4 മണിക്കേലും അത്താഴം കഴിക്കണം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കി എങ്ങനെ, 4:30 നീച്ചു കഴിഞ്ഞാൽ 4:45 ആകുമ്പോഴത്തേനൊക്കെ ഫ്രഷായി, എന്നിട്ട് എന്താവാം, അത്താഴം കഴിക്കാം. അപ്പൊ എന്താവും, ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് കഴിഞ്ഞു, പിന്നെ നേരെ പള്ളിക്ക് പോയി കാര്യം കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കും. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് മഹാന്മാരാകുന്ന മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് പ്രകാരം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ സമയത്ത് 2 റക്അത്ത് നിസ്കാരമുണ്ട്. ആ സമയത്തുള്ള 2 റക്അത്ത് നിസ്കാരത്തിനക്ക് അതിന് ഖിയാമുൽ ലൈൽ എന്ന് ആ നിസ്കാരത്തിനക്കും പറയും. അങ്ങനെ ആരെങ്കിലും എല്ലാ അത്താഴത്തിന്റെ സമയത്തും 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഴുവൻ ആവശ്യങ്ങളും, അവനക്ക് എന്ത് പ്രയാസമുണ്ടോ, കടങ്ങളുള്ളവനാണോ, പൈസ കിട്ടാനുള്ളവനാണോ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസമുള്ളവനാണോ, അവന്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖിയാമുൽ ലൈൽ ഖൽബിന്റെ ഉള്ളിലേക്ക് തസ്കിയത്ത് നടത്തി തഖ്വയുണ്ടാവാനുള്ള 5 കാര്യങ്ങളിൽ നിന്ന് 2 പറഞ്ഞു. 1 തിലാവത്തുൽ ഖുർആൻ, 2 ഖിയാമുൽ ലൈൽ രാത്രിയിലെ നമസ്കാരം. മൂന്നാമതായി മുത്തുനബി തങ്ങളെ എണ്ണി പറയുന്നുണ്ട്. മൂന്നാമതായി ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് വസുഹബാതു സ്വാലിഹീനൽ ഫുള്ളലാ, സ്വാലിഹീങ്ങളായ ആളുകളോട് സഹവസിക്കലാൻ, സ്വാലിഹീങ്ങളോട് സഹവസിക്കലാൻ. ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല മുഅ്മിനേ, ആരെയും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ പലരെയും പല സ്ഥലത്തും വെച്ച് കണ്ടുമുട്ടുമ്പോ ഖൽബിന്റെ ഉൾത്തടങ്ങളിലേക്ക് വല്ലാത്ത പ്രയാസം കയറി വരാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരിക്കലും മാതാപിതാക്കളാകുന്ന നിങ്ങളല്ലാതെ നിങ്ങളെ മക്കളെ മോശമാക്കുന്നവരില്ല. സ്വാലിഹീങ്ങളോടുള്ള സുഹബത്ത് കിട്ടണം. എന്തേ നമ്മളുടെ ചെറുപ്പക്കാർ നമ്മളുടെ ഈ മജ്ലിസിനെ ഒന്ന് പരിശോധിച്ചു നോക്കൂ മുഅ്മിനേ. എത്ര ചെറുപ്പക്കാരനാ നമ്മളുടെ മജ്ലിസിലുള്ളത്? എത്ര ആളുകളാണുള്ളത്? ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തുമ്പോ എത്ര ആളുകളാ 20ന്റെയും 40ന്റെയും ഇടയിൽ പ്രായമുള്ളവരുള്ളത്? എന്തേ ഈ സമുദായത്തിന് ഇങ്ങനെ സംഭവിച്ചു പോയത്? അവർക്ക് വന്ന പ്രശ്നം ഇത് തന്നെയാ. അവർക്ക് സ്വാലിഹീങ്ങളോടുള്ള സഹവാസം കിട്ടിയില്ല. അവർക്ക് സ്വാലിഹീങ്ങളെ കണ്ടുമുട്ടാൻ സൗഭാഗ്യം ലഭിച്ചില്ല. എത്രയോ മക്കൾ, എത്രയോ നമ്മളുടെ മഹല്ലത്തിലെ തന്നെ മക്കൾ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ബാപ്പമാർക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടായിക്കോളണമെന്നില്ല. പല മക്കളും ഈ പള്ളിയുടെ പരിസരത്ത് വന്നിരിക്കും. അവര് കയറി വന്നുകൊണ്ട് 10:30-11 മണിക്ക് നമ്മളുടെ ഈ പള്ളിയിൽ കയറി അവരവരുടെ കാര്യങ്ങൾ നടത്തി മൂത്രൊഴിച്ചു പോയിട്ട് അവരൊന്നും നമസ്കരിക്കാൻ കയറാത്ത നമ്മളുടെ മക്കൾ, അല്ലാഹുവേ അവർക്ക് നീ ഹിദായത്തിനെ കൊടുക്കണേ അല്ലാ. നമ്മളെ നല്ല ആളുകളുണ്ട്, എത്രയോ നല്ല. ഇത് അപൂർവം ചില ആളുകളെ പറഞ്ഞു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തുണ്ടാവും, നമ്മളെ സംബന്ധിച്ച് എന്റെ കുട്ടി അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടത്. എന്റെ കുട്ടി ഒരിക്കലും അങ്ങനത്തിലൊന്നും പോയി പെടൂല. പക്ഷേ നമ്മളുടെ കുട്ടിയെ പറ്റി നമുക്കൊരു ധാരണ മാത്രം പോരാ. നമ്മളുടെ കുട്ടിയെ നമുക്ക് കെയർഫുള്ളായി നോക്കാൻ കൂടെ സാധ്യമാവണം. എന്നാൽ മാത്രമാണ് നമ്മളെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ എല്ലാ പള്ളിയെക്കാളും എല്ലായിടത്തിനേക്കാളും ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് ആ ഒരു വിഷയത്തിൽ ഇവിടെ ജമാഅത്തിന് നിറച്ച ആളുകൾ എപ്പോഴും ഉണ്ടാവും. പക്ഷേ അതിലും നമ്മളുടെ യുവാക്കളുടെ സാന്നിധ്യം വളരെ കുറവാണ്. അതിലും കാരണവന്മാരെന്നെ യുവാക്കളുടെ സാന്നിധ്യം കുറവാണ്. കാരണം എന്താ? ഈ കാരണവന്മാര്, ഞാൻ അവരെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, കാരണവന്മാരെന്ന് പറയുമ്പോൾ അവര് പണ്ടത്തെ കാലത്ത് ഒരുപാട് സ്വാലിഹീങ്ങളോട് കൂടെ ഓലിഞ്ഞിപ്പോ എവിടെയെങ്കിലും വട്ടമേശയ്ക്ക് ഇരിക്കുകയാണെങ്കിലും സംസാരിക്കാനിരിക്കുകയാണെങ്കിലും അവിടെ ഇരിക്കുന്ന സംസാരമൊക്കെ പണ്ട് കാലത്ത് എന്തേന്നു, അവരിങ്ങനെ അവിടുത്തെ മൊത്തത്തിലുള്ള ദീനി കാര്യങ്ങളാ ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ, പ്രിയമുള്ള മുഅ്മിനെ, നമ്മൾ ലജ്ജിച്ചു പോവുകയല്ലേ? ഈ കാലത്തിന്റെ പോക്ക് കണ്ടിട്ട് നമ്മൾ ലജ്ജിച്ചു പോകുന്നു. എത്രയോ നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ മൊബൈലിന്, സോഷ്യൽ മീഡിയകൾക്ക് അഡിക്റ്റായി പോയ എത്രയോ പ്രിയപ്പെട്ട മക്കൾ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ അതിനെ തൊട്ട് കാക്കണേ റഹ്മാനേ. ബിഹഖ് നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖൽബിന്റെ ഉള്ളിൽ തഖ്വല്ലായിട്ടാണ്. ഇപ്പൊ അടുത്തൊരു വീഡിയോ പ്രചരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു 17 വയസ്സുകാരനായ ഒരു കുട്ടി, ഓന്റെ അടുത്ത് ഒരു 10-60 വയസ്സുണ്ടാകും ഈ കാരണവർക്ക് ചെന്നിട്ട് ഈ കുട്ടിനോട് എന്തോന്ന് ഉപദേശം കൊടുത്തതാണ്. അപ്പൊ അടുത്തേക്ക് അവനൊരു തെറിയും പറഞ്ഞും കൊണ്ട് അവൻ പറയണത്, ഇജ്ജാരടാ എന്നെ ചോദ്യം ചെയ്യാൻ. പിന്നെ കാരണവർ അവനെ തല്ലാൻ ഓങ്ങിയിട്ടുള്ളൂ. കാരണവർ ഓങ്ങിയപ്പോഴത്തേനും ഓൻ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു. അതാണ് ഇപ്പത്തെ കാലം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മളുടെ മക്കളെ നമ്മൾ തസ്കിയത്ത് ചെയ്തുകൊണ്ട് സ്വാലിഹീങ്ങളോട് കൂടെ, ഒന്നും വേണ്ട, കറക്റ്റ് നിസ്കാരങ്ങൾക്ക് നമ്മളുടെ മക്കളെ പറഞ്ഞയച്ചാൽ, ജമാഅത്തുകൾക്ക് നമ്മളുടെ മക്കളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവരുടെ ഖൽബിന്റെ ഉള്ളിൽ തഖ്വ കയറും. അവരുടെ ഖൽബിൽ തഖ്വ വരും. അല്ലാഹു കൊടുക്കും, ഹിദായത്തിന് ഇട്ടുകൊടുക്കും. ഇത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മൂന്നാമതായി പറഞ്ഞത് വസ്വഹബത്തു സ്വാലിഹീനൽ ഫുളല,
ശ്രേഷ്ഠവാന്മാരാകുന്ന മഹത്തുക്കളാകുന്ന സ്വാലിഹീങ്ങളോടുള്ള സഹവാസം, മഹാന്മാരോടുള്ള സഹവാസം. ഇതുപോലെ മജ്ലിസ് നൂറിന്റെ ഈ ആത്മീയ സന്നിധിയിൽ വന്നിരിക്കാനുള്ള ആവേശം, അതുകൊണ്ട് തഖ്വ കൂടി കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയൊക്കെ തഖ്വ കൂടി കിട്ടുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുമ്പോ നാലാമതായി ഹബീബ് തങ്ങൾ പറയുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ. നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, നാലാമതായി നിങ്ങളുടെ ഖൽബിലേക്ക് അല്ലാഹു തഖ്വ തരണമെങ്കിൽ അദ്ദുആ, ഉടമയോട് അങ്ങേയറ്റം ചോദിക്കലാണ്. നിങ്ങൾ എന്നോട് ചോദിക്കണേ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചപ്പോ എന്ന് ഹബീബ് തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ സൂക്തമായി നമ്മളെ പഠിപ്പിച്ചതല്ലേ. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ളവനായിക്കൊണ്ട് ഇന്ന് നമ്മൾ അഹങ്കരിച്ച് അഹംഭവിച്ച് നടക്കുന്നുണ്ടല്ലോ. ഒരു പക്ഷെ മുഅ്മിനേ, എന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ താളം തെറ്റിക്കഴിഞ്ഞാൽ റബ്ബിനോട് നമ്മളൊന്ന് സലാം പറയാതെ, റബ്ബിനോടൊന്ന് പൊരുത്തപ്പെടിക്കാതെ, ഒരു നസൂഹായ തൗബ ചെയ്യാതെ നമ്മളൊന്ന് മരണപ്പെട്ടാൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ. ഇത്ര കാലം റബ്ബേ, ഇത്ര കാലം ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഇത്രയും കാലം ഞാൻ ജീവിച്ച് എന്റെ ജീവിതത്തിന്റെ മുഴുവൻ രസങ്ങളിലും മുഴുവൻ സമയങ്ങളിലും കളിയിലും വിനോദത്തിലുമായി കൊണ്ട് കളഞ്ഞു റബ്ബേ. എന്റെ നല്ല സമയങ്ങളൊക്കെ ഞാൻ അതിനൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തി റബ്ബേ, നീ ഒന്ന് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാള് കടന്നു വന്നാൽ അവനക്ക് അല്ലാഹു ഹിദായത്തിന് ഇട്ടുകൊടുക്കുമെന്ന് കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ. പരിശുദ്ധമാകുന്ന റമദാനിന്റെ ആദ്യ രാവിനെ പറ്റി പറഞ്ഞപ്പോഴല്ലേ നമ്മൾ പറഞ്ഞത് തഖ്വയാ വേണ്ടതെന്ന്. ആ രാവിൽ പറഞ്ഞില്ലേ, ഇദാ കാന അവ്വലു ലൈലത്തിൻ ഫീ റമദാൻ, റമദാനിന്റെ ആദ്യത്തെ രാവായാൽ നളറല്ലാഹു ഇലൈഹി ബിറഹ്മ, അല്ലാഹു അവനെ കരുണയുടെ നോട്ടം നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏത് കരുണയാ, എത്രത്തോളമാണ് ആ കരുണയുടെ വ്യാപ്തി എന്നറിയോ? ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുന്നുണ്ട്, ബക്കറ്റുമായിട്ട് സഹകരിക്കണം. നമ്മളുടെ ഈ ഒരു പരിപാടി നടത്തുന്നതിന്റെ ചെലവും നാളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ബക്കറ്റുമായിട്ട് നല്ല നിയ്യത്തോടു കൂടെ ആ ബക്കറ്റിലേക്ക് ഒരു സംഖ്യ നിക്ഷേപിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഹനാകുന്ന മുത്തനബി പഠിപ്പിക്കാൻ, ഇദാ കാന അവ്വലു ലൈലത്തിൻ ഫീ റമദാൻ നളറല്ലാഹു ബിറഹ്മ. ഇനി നമ്മളിലേക്ക് വരാനുള്ള രാവിനെ പറ്റിയിട്ടാ പറയുന്നത്. കഴിഞ്ഞു പോയത് പോയി. റജബും കഴിഞ്ഞു, ശഅബാനും കഴിഞ്ഞു, ശഅബാനിലെ പവിത്ര രാവും കഴിഞ്ഞു. 5 രാവുകളാണ് ദുആ ചെയ്താൽ അല്ലാഹു തട്ടിക്കളയാത്ത 5 രാവുകൾ. അതിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി തിട്ടപ്പെടുത്തിയതാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ ഫീ റമദാൻ. റമദാനിലെ ആദ്യത്തെ രാവിലെങ്ങാനും ഒരാൾ റമദാനിലെ ആദ്യത്തെ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവന് വല്ലാതെ അല്ലാഹുവിലേക്ക് സമക്ഷം മുഴുവനും സമർപ്പിച്ചുകൊണ്ട്, റബ്ബേ, ഈ പരിശുദ്ധ റമദാൻ എനിക്ക് അനുകൂലമാക്കണമെന്ന ചിന്തയോടെ ഭയഭക്തിയോടെ ഒരാൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ നളറല്ലാഹു ബിറഹ്മ, അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ കാരുണ്യം എങ്ങനെയാണ്? ഒരു മനുഷ്യനെ പറ്റി ചരിത്രം പറയുന്നുണ്ട്. മഹാന്മാരാകുന്ന മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച കിതാബുകളിൽ കാണാം. ഒരു മനുഷ്യനെ പറ്റി ഒരു ചരിത്രം പറയുന്നുണ്ട്. ആ മനുഷ്യൻ മലമുകളിൽ, മലയുടെ ഉള്ളിൽ, ഒരു ഗുഹയുടെ ഉള്ളിൽ 1000 വർഷത്തോളം ജീവിച്ചു തീർത്ത മനുഷ്യനാ. ആ മനുഷ്യൻ 1000 വർഷം ജീവിച്ച് തനിക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ ആ മനുഷ്യൻ അല്ലാഹുവിനക്ക് വഴിപ്പെടലല്ല
അള്ളാഹുവിനേക്കുള്ള ഇബാദത്തല്ലാതെ അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനത്തതായ ഒരു മനുഷ്യൻ, അങ്ങനെ ആ മനുഷ്യന്റെ, ഞാൻ ചരിത്രം സുദീർഘമാണ്, ചുരുക്കി പറയുന്നു മുഅ്മിനീങ്ങളെ, അങ്ങനെ ആ മനുഷ്യന്റെ മരണസമയം അടുക്കുകയാണ്. ആനാകുന്ന മുഖറബുൽ അംലാക്ക് മലക്ക്, മുഖറബുൽ അംലാക്ക്, മുഖറബുൽ മൗത്തുൽ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ഹാനവറുകൾ വന്നുകൊണ്ട് മനുഷ്യനോട് സംസാരിച്ചുകൊണ്ട് മനുഷ്യന്റെ റൂഹിനെ പിടിച്ചു. അങ്ങനെയാള് മരണപ്പെട്ടു. അങ്ങനെ ആഖിറ ലോകത്തെത്തിക്കഴിഞ്ഞപ്പോ ചരിത്രത്തിൽ കാണാം, അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, മാലാഖമാരോട് പറഞ്ഞു, മലക്കുകളെ, ഈ മനുഷ്യനെ എന്റെ റഹ്മത്ത് കൊണ്ട്, എന്റെ കരുണ കൊണ്ട് ഈ മനുഷ്യനെ സ്വർഗത്തിൽ കടത്തു മലക്കുകളെ. ആ സമയത്ത് ഈ മനുഷ്യൻ ഒരു പുച്ഛഭാവത്തോടെ അല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, റബ്ബേ, യാ റബ്ബ്, രക്ഷിതാവേ, അങ്ങനെ എന്നെ സ്വർഗത്തിലെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഞാൻ 1000 കൊല്ലം പണിയെടുത്തില്ലേ, 1000 കൊല്ലം നിനക്ക് വഴിപ്പെട്ടില്ലേ, നിനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഞാൻ ജീവിച്ചില്ലേ, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തില്ല റബ്ബേ, എന്റെ അമലുകളെ കൊണ്ട് മാത്രം എന്നെ കടത്തിവിട്ടാൽ മതി. ഇത് കേട്ടപാടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അല്ലാഹു പറഞ്ഞു അത്രേ, ഈ മനുഷ്യനെ പറ്റി അല്ലാഹു പറഞ്ഞു മലക്കുകളോട്, അദ്ദേഹത്തിന്റെ നന്മകളെ തൂക്കാൻ. നന്മനെ തൂക്കിക്കഴിഞ്ഞപ്പോ ഒരു ഈച്ചയുടെ ചിറകിന്റെ തോത് പോലും അവൻ 1000 കൊല്ലം ചെയ്ത നന്മകൾ ഉണ്ടായില്ലെന്ന് പരിശുദ്ധമാകുന്ന മഹാന്മാര് പറയുകയാണ്. അവസാനം അങ്ങനെ ഈ മനുഷ്യൻ തിരിഞ്ഞിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് ഉടമസ്ഥനായ റബ്ബിനെ ഒന്ന് തിരിഞ്ഞു നോക്കി, പറഞ്ഞതിലുള്ള ഒരു ഖേദ പ്രകടനം കൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. ആ സമയത്ത് അല്ലാഹു ആ മനുഷ്യനോട് പറഞ്ഞു, പഠിച്ചോനെ, ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു, പഠിച്ചോനെ, അന്റെ കരുണയും കൊണ്ടെങ്കിൽ എന്നെ സ്വർഗത്ത് കൊന്ന് കടത്തണേ അല്ലാ. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഫദ്ഖുൽ ഫിൽ ജന്ന, എന്നാ സ്വർഗത്തേക്ക് പോട്ടെ, ബിറഹ്മത്തിൻ, എന്റെ കരുണ കൊണ്ട് പോട്ടെ. അപ്പോ 1000 കൊല്ലം പണിയെടുത്തിട്ട് പോലും ഒരു മനുഷ്യനിക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ. ആ റഹ്മത്താണ് ഇനി നമുക്ക് ആദ്യപത്തിൽ റമദാനിന്റെ അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 ഇത് റഹ്മത്തിന്റെ 10 ഹബീബുനാ റസൂലുള്ളാഹി. ആ റഹ്മത്തിന്റെ 10 അള്ളാന്റെ റഹ്മത്ത് നമുക്ക് കിട്ടണം. ഹനായ മുത്തുനബി വരെ പറഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ, ഹനായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട്, സ്വഹാബുൽ കിറാമിനോട് ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, ലൻ യദ്ഖുലൽ ജന്നത അഹദൻ, ഒരാളും സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല സ്വഹാബത്തെ, അമലൻ, അവന്റെ അമല് കൊണ്ട് ഒരാളും സ്വർഗ്ഗത്തിൽ കടക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ആശ്ചര്യഭരിതരായിക്കൊണ്ട്, സ്വഹാബത്ത് നമ്മളെ പോലെയല്ല, സ്വഹാബത്ത് കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യന്മാരാ. നമ്മളിപ്പോ അങ്ങനെ കേട്ടപ്പോഴും ആരും കടക്കൂല എന്ന് പറഞ്ഞപ്പോഴും നമ്മളെ മനസ്സിൽ നമ്മൾ വേറൊന്നും ചിന്തിച്ചില്ല, ആരും കടക്കൂല അല്ലേ, അപ്പൊ അങ്ങനെയുള്ളു ചിന്തിച്ചു. സ്വഹാബത്ത് നേരെ അതിലെന്തായി, സ്വഹാബത്തിൽ അതിലൊക്കെ ഒരു കുസൃതി കണ്ടെത്തുന്നവരാ. സ്വഹാബത്ത് വെച്ചു, അങ്ങനെയാണെങ്കിൽ നബി ആരും കടക്കൂല എന്നല്ല അങ്ങ് പറഞ്ഞു, വല അന്ത യാ റസൂലല്ലാഹ്, അങ്ങും കടക്കൂലേ നബിയെ, നിങ്ങളും ഈ ചെയ്ത പണിയും കൊണ്ടൊന്നും സ്വർഗത്ത് കടക്കൂലേ. അപ്പൊ അള്ളാന്റെ റസൂൽ ഒന്ന് കേൾക്കണം മുഅ്മിനീങ്ങളെ, ആ മറുപടി ഒന്ന് കേൾക്കേണ്ടുന്ന മറുപടി തന്നെയാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് കടക്കൂലേ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, ലാ വലാ ലാ വല്ലാഹ്, ഇല്ല സ്വഹാബ, ഞാനും കടക്കൂലട്ടോ. ആരാ പറയുന്നത് മുഅ്മിനീങ്ങളെ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം പടക്കാൻ കാരണക്കാരനായ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും കടക്കൂല. അള്ളാന്റെ റസൂലും അമലുകളെ കൊണ്ട് സ്വർഗത്ത് കടക്കൂല എന്ന് സ്വഹാബത്തിന് ഉറപ്പ് കൊടുത്തതാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, വലാ ലാ വല്ലാഹി യാ സ്വഹാബ, ഇല്ല
സ്വഹാബ, അല്ലാഹനെ തന്നെ സത്യം, ഞാനും അങ്ങനെ കടക്കുകയില്ല സ്വഹാബ. വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫളിൻ വറഹ്മാ. സ്വഹാബത്തിനോട് മുത്തുനബി തങ്ങൾ പറയാ, അമല് കൊണ്ട് മുഹമ്മദും അബ്ദുള്ളയുടെ മകന് മുഹമ്മദും സ്വർഗത്തിൽ കടക്കൂല. മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ ഒരിക്കൽ, അനബനു അബ്ദുൽ മുത്തലിബ്, ഞാൻ കളവ് പറയാത്ത പ്രവാചകനാ, ഞാൻ കളവ് പറയുന്നവരല്ല. അനബനു അബ്ദുൽ മുത്തലിബ്, വളരെ ഗർജിച്ചുകൊണ്ടാ പറഞ്ഞത്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാ. ആ നബി തന്നെ ഒരിക്കലും കളവ് പറയാത്ത, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. വഹിയല്ലാതെ മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടില്ല. മുഖറബുൽ അംലാക്ക് കൊണ്ടുവന്നു കൊടുത്തതല്ലാതെ, അള്ളാന്റെ സംസാരമല്ലാതെ മുത്തുനബി തങ്ങൾ മുഴിഞ്ഞിട്ടില്ലെന്ന് ഖുർആൻ. ആ നബി തങ്ങൾ പറയാണ്, സഹാബാ, നിങ്ങളുടെ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് സഹാബത്തെ. വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും കടക്കില്ല നബിയേ. ആ സമയത്ത് പറഞ്ഞ മറുപടിയാ, ലാ വല്ലാഹ്, അല്ലാഹനെ തന്നെ സത്യം, ഞാനും കടക്കില്ല സഹാബ. എങ്ങനെയല്ലാതെ, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫളിൻ വറഹ്മാ, അള്ളാന്റെ ഔദാര്യം കൊണ്ടല്ലാതെ, അവന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ, അവന്റെ കരുണ കൊണ്ടല്ലാതെ, അള്ളാന്റെ കരുണ കൊണ്ടല്ലാതെ മുഹമ്മദ് പോലും സ്വർഗത്തിൽ കടക്കില്ലെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുൻ ബശറുൻ ലാക്കൽ ബശരീ യാഖൂതു ഹജറുൻ ലാക്കൽ ഹജരീ. മുഹമ്മദ് സാധാരണ മനുഷ്യനല്ല, മുഹമ്മദ് സാധാരണ മനുഷ്യനല്ല. യാഖൂത്ത് എന്ന കല്ലുണ്ടല്ലോ, അത് സാധാരണ കരിങ്കല്ലിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമുണ്ടോ അതിനേക്കാൾ മുകളിലാണ് മഹാനായ മുത്തുനബി. എല്ലാ മനുഷ്യരിൽ നിന്നും ആ നബി പോലും ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹ് ബിഫളിൻ വറഹ്മാ, അള്ളാന്റെ ഔദാര്യം കൊണ്ടും കരുണ കൊണ്ടുമല്ലാതെ ഒരാളും സ്വർഗത്തിൽ കടക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപാട് സ്വഹാബത്താകെ അങ്ങ് ഇല്ലാണ്ടായി പോയി. സ്വഹാബത്ത് ഫബക്കാ ബുകാഅൻ ശദീദാ, സ്വഹാബത്തങ്ങ് കരഞ്ഞു പോയേ. അങ്ങ് പോലും കടക്കാത്ത, അങ്ങ് പോലും അമല് കൊണ്ട് കടക്കാതെ സിദ്ദീഖുൽ അക്ബർ ചോദിച്ചില്ലേ സഹാബ, സിദ്ദീഖുൽ അക്ബർ ചോദിച്ചില്ലേ, നബിയേ അങ്ങ് പോലും കടക്കാതെ പാവപ്പെട്ട ഖുഹാഫന്റെ മകന് സിദ്ദീഖ സ്വർഗത്തിൽ കടക്കുമോ നബിയേ? എന്തേ മുഅ്മിനേ, അവരൊക്കെ സിദ്ദീഖിനെ പറ്റി മുത്തനബി തങ്ങൾ പറഞ്ഞത് സിദ്ദീഖും ഫിൽ ജന്ന, സിദ്ദീഖ് സ്വർഗത്തിലാണ് എന്ന് മുത്തനബി ഉറപ്പ് കൊടുത്തവരല്ലേ. അവർക്കൊക്കെ ഇങ്ങനത്തെ ബേജാറുണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ബേജാറില്ല. നമ്മളങ്ങനെ നിസ്കരിക്കുന്നു, നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളങ്ങനെ പോകുന്നു, പറ്റുമെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നു, അങ്ങനെ നമ്മളെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടിടക്കുന്നു. നമുക്കൊരു ബേജാറില്ല. നാളെ അള്ളാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയില്ല. അള്ളാഹു അങ്ങനത്തെ ചിന്ത തന്ന് അനുഗ്രഹിക്കട്ടെ. അവന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ കടത്തട്ടെ. ഒന്ന് ആമീൻ പറയും. അവന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ കടത്തട്ടെ.
ഇൻഷാ അല്ലാഹ് അവന്റെ റഹ്മത്ത്. ഇതുപോലെ വേറൊരു സംഭവത്തിൽ, വേറൊരു ചരിത്രത്തിൽ കാണാം, അള്ളാഹുവിന്റെ റഹ്മത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം, മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുത്തുനബിയും സ്വഹാബത്തും നിൽക്കാൻ അവിടെ യുദ്ധ തടവുകാരെ കൂട്ടിക്കൊണ്ടുവരും. യുദ്ധ തടവുകാരെ പിടിച്ചു വെക്കും. അവരുടെ ഗനീമത്ത്, അവരുടെ സ്വത്തും മുതലൊക്കെ പിടിച്ചു വെക്കും. അങ്ങനെയാണ്, അവരുടെ എല്ലാം പിടിച്ചു വെക്കും. പിന്നെ ഓലെ മോചിപ്പിക്കണമെങ്കിൽ അവരെന്താവണം? അവരെ ഇത്തുകയല്ലാണ്, എന്നാലും മോചിപ്പിക്കുള്ളൂ. അപ്പോ അതിലൊരു പെണ്ണുണ്ട്, ഒരു സ്ത്രീ, ഒരു കരിമ്പിയായ ഒരു സ്ത്രീ ഉണ്ട്. ഈ സ്ത്രീ യുദ്ധ തടവുകാരിയായ സ്ത്രീയാണ്. ഈ പെണ്ണ് ആ സ്വഹാബത്തിന്റെയും റസൂലുള്ളാഹിന്റെയും ഇടയില്, മഹാനായ മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും ഇടയില് ഈ പെണ്ണ് തന്റെ പ്രിയപ്പെട്ട പിഞ്ചോമന മകനുണ്ട്, തന്റെ പ്രിയപ്പെട്ട മുലകുടി പ്രായമെത്തിയ പഞ്ചോമന മകനുണ്ട്, എതിർപക്ഷത്ത് നിൽക്കുന്നുണ്ട്. ആ മകനെ താങ്ങിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഒരാള്. ആ കുട്ടിയാണെങ്കിൽ അങ്ങ് വാവിട്ട് കരയുകയാ. ആ കുട്ടി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കരഞ്ഞ് അട്ടഹസിച്ച് കരഞ്ഞ് പൊളിക്കുകയാണ്. ഈ പെണ്ണ് ഓടിച്ചെന്നുകൊണ്ടതാ ഈ കുട്ടിയെ അങ്ങ് കോരി വാരി എടുത്തുകൊണ്ട് തന്റെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് മുലപ്പാല്, അമിഞ്ഞ പാല്, മുലപ്പാലങ്ങ് ചേർത്ത് വെച്ചു കൊടുത്തിട്ട് ഈ പെണ്ണ് ആ കുട്ടിയെ സംരക്ഷിച്ചപ്പോ ഇത് കണ്ട സ്വഹാബത്തിനോട് മഹാനായ മുത്തുനബി തങ്ങൾ ചോദിക്കുകയാ. ഇത് ഈ ഒരു സംഭവം കണ്ടപ്പോ, സഹാബത്ത് ഈ ഒരു സംഭവം കണ്ടപ്പോ, കാരണം യുദ്ധ തടവുകാരിയായ പെണ്ണാണ്, അവള് ശത്രുപക്ഷത്തുള്ള പെണ്ണാണ്, അവൾ അല്ലാഹുവിന്റെ റസൂലിനെ പരാജയപ്പെടുത്താൻ വന്ന പെണ്ണാ. പക്ഷേ നേരെ ഇപ്പുറത്തെ പക്ഷത്തുള്ള ഒരു പിഞ്ചോമന പൈതൽ കടന്ന് തൊള്ളയിടുമ്പോ, ഈ പിഞ്ചോമന പൈതലിനൊക്കെ മുലപ്പാല് കിട്ടാതെ കരഞ്ഞ് നിലവിളിക്കുമ്പോ ഈ കുട്ടിയെ അങ്ങ് വാരിടുത്തുകൊണ്ട് ഈ പെണ്ണ് മുലപ്പാല് കൊടുത്തപ്പോ ഈ കാഴ്ച കണ്ട സഹാബുൽ കിറാമാകെ അജബൻ അജബാ, സഹാബത്താകെ അന്തം വിട്ടുകൊണ്ട്, സഹാബത്താകെ അങ്ങനെ അജബിലായി കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി തങ്ങൾ ചോദിച്ചു, സഹാബാ അതദറൂന ഹാദിഹിൽ മർഅതു താരിഹതൻ വലദഹാ ഫിന്നാർ. മുത്തുനബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ അതദറൂന, നിങ്ങൾ കരുതുന്നുണ്ടോ സഹാബാ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഹാബാ, ഹാദിൽ മർഅതു താരിഹത്തുൻ വലദഹാ ഫിന്നാർ, ഈ പെണ്ണ് ഈ കുട്ടിയെ തീയിലിടുമെന്ന്, നാളെ നരകത്തിലേക്ക് ഈ കുട്ടിയെ ഇടുമെന്ന്, അതല്ലെങ്കിൽ ചരിത്രത്തിൽ കാണാം ഈ പെണ്ണ് ഈ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന്. ശത്രുവാണെന്ന് കരുതിക്കൊണ്ട് ഈ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് സഹാബ, അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ട് സഹാബ. ആ സമയത്ത് സഹാബത്ത് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല. കാരണം ആ പെണ്ണ് കാട്ടിയ കാരുണ്യം എത്രയാണ്, അവള് കാട്ടിയ കാരുണ്യം എത്രയാണ്, എത്രത്തോളമാണ് അവളുടെ കാരുണ്യം ആ കുട്ടിയിലേക്ക് അവള് പെയ്തിറക്കിയത്. ആ സമയത്ത് മുത്തുനബി തങ്ങൾ നോക്കണം, നിങ്ങൾ അവിടെയും ദീനാ പഠിപ്പിക്കുന്നത്. ഈ പെണ്ണിന്റെ കഥ പറഞ്ഞിട്ടും നമ്മുടെ പോലെയല്ല, നമ്മൾ കളി തമാശകൾ പറഞ്ഞിട്ട് അതിനെ വേറെ വഴിക്ക് വിടുമ്പോ മുത്തുനബി തങ്ങൾ തമാശയിലൂടെ, കാര്യങ്ങളിലൂടെ, കളികളിലൂടെ ദീനിനെ പഠിപ്പിക്കുകയാണ്. അവിടെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ സ്വഹാബാ, അങ്ങനെയാണെങ്കിൽ വല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, അങ്ങനെയെങ്കിൽ സഹാബാ, അല്ലാഹുണ്ടല്ലോ, നിങ്ങളുടെ രക്ഷിതാവായ റബ്ബുണ്ടല്ലോ, എല്ലാറ്റിനെയും ഭരിക്കുന്ന സൃഷ്ടാ അല്ലാഹ്, കടലും കനീവുമുള്ളോവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സൃഷ്ടാവായ അല്ലാഹ്, ആ അല്ലാഹു ഉണ്ടല്ലോ സഹാബത്തെ, അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ പെണ്ണ് ആ കുട്ടിക്ക് കാണിച്ച കാരുണ്യമുണ്ടല്ലോ, അതിന്റെ അങ്ങേ
അറ്റത്തിന്റെ കാരുണ്യത്തിന്റെ ഉടമയാ അർഹമുർ റഹീമീൻ. അർഹമുർ-റഹീമായ അല്ലാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ് സ്വഹാബ. അതുകൊണ്ട് സ്വഹാബ ഇർഹമൂ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഈ ഭൂമി ലോകത്തുള്ളവരോട് കരുണ കാണിക്കണേ സ്വഹാബ, എന്നാൽ യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാ സസ്യലതാദികളോടും പക്ഷികളോടും മൃഗങ്ങളോടും മനുഷ്യനോടും എല്ലാത്തിനോടും കരുണയുടെ വാഹകരാവണം നമ്മൾ. ഹനാകുന്ന ശൈഖ് റിഫാഇ തങ്ങളെ പോലെ, ഹനാകുന്ന ശൈഖ് റിഫാഇയെ പോലെ, ഹനാകുന്ന ശൈഖ് റിഫാഇ തങ്ങളെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? മിനിങ്ങളെ ആരാ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് അഹ്മദ് അൽ കബീർ റിഫാഇ. ഹനാകുന്ന റിഫാഇ തങ്ങള് ആരിഫീങ്ങളുടെ സുൽത്താനായ ഔലിയാക്കളുടെ നേതാവായ മഹാനായ ശൈഖ് റിഫാഇ തങ്ങള് അദ്ദേഹം കാണിച്ച കരുണയുടെ ഒരുപക്ഷെ ആ കരുണയുടെ പശ്ചാത്തലത്തിലാണ് ശൈഖ് റിഫാഇ തങ്ങള് സുൽത്താനായത് എന്ന് വരെ മഹാന്മാര് അഭിപ്രായം പെടുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരൊറ്റ കാരുണ്യത്തിന്റെ പേരിലാ ആ മഹാനാകുന്ന ശൈഖ് റിഫാഇ തങ്ങള് അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതനായ സമുന്നതനായ ഔലിയാക്കളിൽ ഇടം വന്നത്. എന്താ ശൈഖ് റിഫാഇ തങ്ങള് ചെയ്തത്? ആരാ ബഹുമാനപ്പെട്ടവർ ലോകം കണ്ട ഏറ്റവും വലിയ വിജ്ഞാന കേസരിയുടെ ഉടമസ്ഥനായ മുഴുവൻ ലക്ഷോപലക്ഷം ശിഷ്യന്മാര് ശിഷ്യ സമ്പത്തുള്ള ശൈഖ് റിഫാഇ തങ്ങള് ഒരു ദിവസം മഹാനവറുകള് ആ നാടിന്റെ കവലയിലൂടെ അങ്ങ് നടന്നു പോകുമ്പോ ആ നാട്ടിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്തതാ ഒരു കുഷ്ഠരോഗം വന്ന് ആകെ നാറിപ്പുഴുക്കളങ്ങ് അരിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ഒരു നായ, തൊട്ടാൽ നജസായ 7 പ്രാവശ്യം കഴുകേണ്ടുന്ന നായ എന്ന മൃഗം, കുഷ്ഠരോഗം പിടിച്ച നായ എങ്ങനെ റോട്ടിലൂടെ സഞ്ചരിക്കുകയാ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ആട്ടിവിടില്ലേ നമ്മള്? ആ ജനങ്ങള് മുഴുവനും, നാട്ടുകാര് മുഴുവനും ആട്ടിയോടിച്ചു ഈ നായയെ. ഹനാകുന്ന റിഫാഇ തങ്ങള് ഈ നായക്ക് പിന്നാലെ പോയിട്ട് നായയുടെ വിശ്രമ കേന്ദ്രം മനസ്സിലാക്കിയിട്ട് ഈ നായയെ എടുത്തു കൊണ്ടുപോയി മഹാനായ റിഫാഇ അവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ട് മറ്റൊരു നാട്ടിലേക്ക്, ഏകദേശം 13 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു നാട്ടിലേക്ക്, ആൾ താമസമില്ലാത്തിടത്തേക്ക് കൊണ്ടുപോയിട്ട് മഹാനായ റിഫാഇ തങ്ങള് എല്ലാ ദിവസവും ഈ നായയെ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ നായയുടെ മുറിവില്, ഈ നായയുടെ പുഴുക്കളരിക്കുന്ന ഈ മുറിയിലൂടെ മഹാനവറുകൾ മുഴുവനും മരുന്നുകളും പുരട്ടി കൊടുത്തിട്ട് ഈ നായയെ അങ്ങ് ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ ഈ നായയെ ശുശ്രൂഷിച്ച് 40 ദിവസത്തോളം ഇതേപോലെ തുടർന്നു വന്ന ചരിത്രം കാണാം. അങ്ങനെ ശുശ്രൂഷിച്ച് ഈ നായയെ വീണ്ടും നാട്ടിലൂടെ കാണുകയാണ്. ജനങ്ങളാകെ അന്തം വിട്ടുപോയി. എന്താ ഈ നായയുടെ രോഗം എങ്ങനെ മാറി? ആളുകൾ അറിഞ്ഞു തുടങ്ങി ഇത് ശൈഖ് റിഫാഇയുടെ കരുണയാണ്. ശൈഖ് റിഫാഇയോട് ചോദിച്ചു അത്രേ, അല്ലയോ മനുഷ്യ, അങ്ങെന്തിനാണ് ഇങ്ങനെ ഒരു നായയെ എല്ലാവരും അട്ടിയോടിക്കുന്ന ഈ നായയെ ചേർത്ത് പിടിച്ചിട്ട് അതിനൊരു ജീവനം കൊടുത്തിട്ട് അതിനെ ചേർത്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ മുഴുവൻ പ്രശ്നങ്ങളും തീർത്തു കൊടുത്തത് നജസായ ഈ നായയെ അങ്ങ് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചപ്പോ ശൈഖ് റിഫാഇ തങ്ങളെ മറുപടിയുണ്ട്, മോനെ, എടാ പൊന്നു മോനെ, അതും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് മോനെ. അതിനെ പടച്ചതും അല്ലാഹുവാ. നായയെ പടച്ചതും എന്നെ പടച്ചതും നിന്നെ പടച്ചതും അല്ലാഹുവാണെന്ന് ഈ മഹാനാകുന്ന റിഫാഇ തങ്ങൾ മറുപടി പറഞ്ഞപ്പോ മുഅ്മിനീങ്ങളെ, മഹാനവറുകൾ കാണിച്ച ആ റഹ്മത്ത് എത്രയാണ്, അവർ കാണിച്ച കാരുണ്യം എത്രയാണ്. അടിമകളുടെ ഈ കാരുണ്യം ഇത്രത്തോളം ഉണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞ വല്ലാഹു അർഹമുർ റഹീമീൻ
അല്ലാഹു കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് എന്നുള്ള ആ ഒരു ആയത്തിന്റെ അംശത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിൻ. അതുകൊണ്ടാണല്ലോ മുഅ്മിനേ നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബ് പറഞ്ഞതെന്താ, അല്ലാഹു പറഞ്ഞതെന്താണ്? എന്റെ അടിമ എന്നോടൊന്ന് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാ ഞാൻ. എന്റെ അടിമ എന്നോടൊന്ന് ചോദിക്കാൻ സന്നദ്ധനായിരിക്കുകയാണ് ഞാൻ. എന്റെ അടിമ റബ്ബേ, എത്രത്തോളം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ, എനിക്കൊന്ന് പൊറുത്തു തരണേ എന്നെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ അവനക്ക് പൊറുത്തു കൊടുക്കുമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. നിങ്ങളെ ഇത്രയ്ക്കും കരുണയുള്ള ഇത്രയ്ക്കും കാരുണ്യവാനായ അല്ലാഹ്, ഇങ്ങനത്തെ ഒരു റബ്ബ് നമുക്കുണ്ട്. ഹനായ കവി ചോദിച്ചതുപോലെ, ഹനായ കവി പറഞ്ഞതുപോലെ അതിന്റെ ആശയത്തിലുണ്ട്. പടച്ചോനെ, എല്ലാത്തിനും പോന്ന ഒരു യജമാനനായ അല്ലാഹുവേ, എല്ലാത്തിനും കഴിവുള്ള നിന്നെയാണ് എനിക്ക് കിട്ടിയത്. ഒന്നിനും കഴിയാത്ത പൊട്ടനായ എന്നെയാണല്ലോ നിനക്ക് കിട്ടിയത് എന്നല്ലാനോട് ചോദിക്കേണ്ട എത്ര അർത്ഥവത്തായ ചോദ്യാണ്. എല്ലാത്തിനും കഴിയുന്ന അള്ളാനെ നമ്മക്ക് കിട്ടി, ഒന്നിനും കഴിയാത്ത നമ്മളെയാണല്ലോ അള്ളാഹ് കിട്ടിയത്. പക്ഷേ എന്നിട്ടും റബ്ബ് പറഞ്ഞ എന്താണ്? എന്റെ അടിമകളെ, നിങ്ങൾ തെറ്റ് പറ്റും, സംഭവിച്ചു പോകും, പക്ഷേ നിങ്ങൾ എന്നോട് തൗബ ചെയ്താൽ ഞങ്ങൾക്ക് പുറത്തു വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രത്തോളം ഒരു കരുണയുടെ കാരുണ്യത്തിന്റെ വാക്താവാണ് അള്ളാന്റെ റസൂൽ. റസൂലുള്ളാഹിനെ പറ്റി തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായിട്ട് അല്ലാഹു റസൂലിനെ പറഞ്ഞയച്ചുവെങ്കിൽ ആ ഉടമസ്ഥനായ റബ്ബ് വല്ലാഹു അർഹമുർ റഹീമീൻ എത്രത്തോളം കരുണയുള്ളവനാണ് എന്ന് നാം ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാകുന്ന റമദാൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോ, ഈ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരുമ്പോ, നമ്മൾ ആ ആദ്യത്തെ രാവിനെ, റമദാൻ മുഴുവനും പവിത്രതയുടേതാണ്, പക്ഷേ അതിന്റെ ആദ്യത്തെ രാവിനെ നമ്മൾ സാധാരണഗതിയിൽ ഗൗനിക്കാറില്ല. അതിനെ ഗൗനിക്കണം. അതിനെ വല്ലാത്ത പ്രതിഫലത്തിന്റെ ഒരു ദിവസമാണ്. ഹനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ മുത്തുനബി തങ്ങൾ ഇരിക്കുകയാണ്. മദീന പള്ളിയിൽ ഇരുന്നു കൊണ്ട് സ്വഹാബത്തിനൊക്കെ അങ്ങനെ ദറസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്തിനോട് മുത്തുനബി തങ്ങളെ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അള്ളാന്റെ റസൂൽ ഈ ക്ലാസിന്റെ ഇടയിൽ അതാ അവിടുന്ന് ഉടനെ അതാ സുബ്ഹാനല്ലാഹ് എന്ന ഒരു ദീർഘശ്വാസത്തിന്റെ, ഒരു ഞെട്ടലിന്റെ, ഒരു ചാട്ടത്തിന്റെ സുബ്ഹാനല്ലാഹ് വിളിക്കുകയാണ്. അങ്ങനെ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോ സഹാബുൽ കിറാം, മുത്തുനബിയെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബുൽ കിറാം, ഹാനാകുന്ന ഖത്താബിന്റെ മകൻ ഉമർ, ഹാനാകുന്ന ഖത്താബിന്റെ മകൻ ഉമർ, അരാ സയ്യിദുനാ ഉമർ, അറിയുന്നോ ഏ ഉമ്മ, അറിയുന്നോ ഏ ഉമ്മ ഇതാരാണെന്ന്? കിസ്റാവറക്കും കൈസറാൽ ഞെട്ടുന്നതാ ഉമറുൽ ഫാറൂഖ് സയ്യിദുനാ ഉമർ. ആ ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിച്ചു, നബിയേ, നബിയേ, എന്തിനാണ് റസൂലല്ലാഹ് മാദാ യസ്തഖ്ബിലൂൻ മാദാ യസ്തഖ്ബിലുക്കും, അങ്ങെന്തിനാണ് തിരിഞ്ഞത് നബിയേ, അങ്ങെന്തിനാണ് ഞെട്ടിച്ചാടിയത് മുസ്തഫ എന്ന ചോദ്യം ചോദിച്ചപ്പോ ആനാകുന്ന മുത്തുനബി തങ്ങൾ തന്നെ പറയുന്നു, നബിയേ, അവിടുത്തോടുള്ള അടങ്ങാത്ത പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ, അനുരാഗത്തിന്റെ അനർഘ നിർഗളമാകുന്ന ഈ നിമിഷത്തിലൂടെ നബിയേ, ബി അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്,
നബിയേ ബി അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മയും വാപ്പയും അങ്ങേക്ക് ബലിയായിരിക്കട്ടെ മുസ്തഫ, അവരെ അങ്ങേക്ക് ബലിയർപ്പിക്കുന്നു നബിയേ. അത്രത്തോളം അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നബിയേ, എന്തൊരു കാര്യത്തിനാണ് അങ്ങ് ഞെട്ടിയത്? അവഹയുൻ നസല അം അദുവുൻ ഹദറാ, അവഹയുൻ നസല. നബിയേ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് വഹ്യ് തന്നതാണ് മുസ്തഫ, അതല്ല നബിയേ. അം അദുവുൻ ഹദറാ, അതല്ല നബിയേ. അം അദുവുൻ ഹദറാ, ശത്രു പ്രത്യക്ഷപ്പെട്ടതാണോ നബിയേ? എന്തിനാ ചോദിക്കുന്നത്? ശത്രു ആണെങ്കിൽ നബിയേ അങ്ങ് പേടിക്കണ്ട നബിയേ. ഉമറിന്റെ തല പോയാലും ഉമറിന്റെ രക്തം ഈ ഭൂമിയിൽ വീഴാതെ മുഹമ്മദിന്റെ രോമത്തിൽ തൊടാൻ കഴിയുകയില്ലെന്ന് പ്രഖ്യാപിച്ച ധീരപുലിയാ അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ തങ്ങൾ പറയുന്നു, നബിയെ വഹ്യ് വന്നതാണോ അതല്ല ശത്രു പ്രത്യക്ഷപ്പെട്ടതാണോ? ആ സമയത്ത് മുത്തുനബി തങ്ങൾ പറഞ്ഞു, അല്ല 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 ഉമറേ, എനിക്ക് ശത്രു പ്രത്യക്ഷപ്പെട്ടതുമല്ല വഹ്യ് വന്നതുമല്ല ഉമറേ. കാര്യമെന്താണെന്നോ? ലാ വലാകിൻ ശഹ്റു റമദാൻ. കാരണം എന്താണെന്നറിയോ ഉമറേ? നാളത്തെ രാവുണ്ടല്ലോ, അത് റമദാനിന്റെ രാവാ, റമദാനിന്റെ ഒന്നാമത്തെ രാവാ. അതിന്റെ പ്രത്യേകത എന്തെന്നറിയോ? യഗ്ഫിറുല്ലാഹു ഫീ അവ്വലി ലൈലത്തിൻ ലികുല്ലി ഹാദിഹിൽ ഖിബ്ല. ഈ കഅബയെ ഖിബ്ലയാക്കിയ, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ ഒരു രാവ് എന്റെ ഉമ്മത്തിനക്ക് ഏറ്റവും ശ്രദ്ധമായ ഒരു രാവ് വരാനുണ്ട് സ്വഹാബ. അതുകൊണ്ടാണ് ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞത്. അത്രത്തോളം അതിനൊക്കെ ശ്രദ്ധതയുണ്ട്. അതിലെ ആദ്യത്തെ 10 നേരത്തെ വിശദീകരിച്ചതുപോലെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10. ആ റഹ്മത്ത് നമുക്ക് കിട്ടേണ്ടുന്നതുണ്ട്. ആ റഹ്മത്തിന് നമുക്ക് ലഭ്യമാവണമെങ്കിൽ ഈ ആദ്യ രാവിനെ നമ്മൾ സുഹൃതങ്ങളെ കൊണ്ട് സൽക്കർമ്മങ്ങളെ കൊണ്ട് ആദ്യ രാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ ചോദിക്കാറില്ലേ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇർഹംനി, എനിക്ക് നീ കരുണ ചൊരിയണേ അല്ലാഹ്, യാ അർഹമർ റാഹിമീൻ. കരുണ ചൊരിയുന്നവരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനെ നീ എനിക്ക് കരുണ ചൊരിയണേ എന്ന ദിക്ർ നമ്മൾ ചൊല്ലുമ്പോ അല്ലാഹു അതിനെ അപ്പാടെ സ്വീകരിക്കുന്നതാണ്. ഈ ഒന്നാമത്തെ രാവിനെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തിയാൽ അവന്റെ കരുണ ഒന്ന് ആലോചിച്ചു നോക്ക് മുഅ്മിനേ. സമയം സുദീർഘമായി പോകും. ഇനിയും ചരിത്രങ്ങൾ ധാരാളമുണ്ട് കരുണയെപ്പറ്റി സയ്യിദുന ഉമറുൽ ഫാറൂഖിന്റെ ഒരു സംഭവമുണ്ട്. ഉമറുൽ ഫാറൂഖ് ആ നാട്ടിന്റെ രാജാവായ അമീറായ മഹാനാകുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങള് എല്ലാ ദിവസവും ഞാൻ ചരിത്രം വലിയ സുദീർഘമായ ചരിത്രമാണ്, വളരെ ചുരുക്കിക്കൊണ്ട് തുച്ഛമായ വാക്കിൽ സംസാരിക്കട്ടെ. മഹാനാകുന്ന സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മഹാനവറുകള് തന്റെ ഭരണപ്രദേശങ്ങളിൽ എല്ലാ ദിവസവും രാത്രിയില് എല്ലാ ദിവസവും ഒരു വിസിറ്റിനിറങ്ങും. എല്ലാ ദിവസവും ഒരു വിസിറ്റ് ചെയ്യാൻ പോകും മഹാനാകുന്ന സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ വിസിറ്റ് ചെയ്യണ കണ്ടപ്പോ മഹാനാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു സംശയം, എവിടേക്കാപ്പ ഇയാള് പോണം? നമുക്കൊക്കെ ഉള്ളത് പോലെ നമുക്കുണ്ടല്ലോ വേറൊരാളൊരു നന്മ ചെയ്യുമ്പോ എന്താ ഓന്റെ ഒക്കെ ഒരു നിലവാരം, ഓനിപ്പോ ആരാ? നമുക്കൊരു തോന്നലുണ്ട് അങ്ങനെ. എന്ന പോലെ മഹാനാകുന്ന എല്ലാവർക്കും ഉണ്ട്, മനുഷ്യന്മാരല്ലേ,
മഹാനാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോണ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞിട്ടോ ചോദിച്ചിട്ടൊന്നുമില്ല. ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എവിടേക്കാ ഇപ്പൊ പോണെന്നാവോ, എന്നും ഉണ്ട് ഈ പോക്ക്, ഇതൊന്ന് കണ്ടുപിടിച്ചണം, ഉമറിന്റെ കള്ളത്തരങ്ങൾ ഇവിടെ പൊളിച്ചെടുക്കും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്യാൻ തുടങ്ങി മഹാനാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ത്വൽഹ റളിയല്ലാഹു അൻഹു അങ്ങനെ പിന്നാലെ അങ്ങനെ പോയി നോക്കി. അങ്ങനെ പോയി നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിക്ക് കയറുകയാണ്. പോണ സമയം രാത്രിയാണ്. ഒരു വീട്ടിക്ക് കയറുകയാണ്. ആ വീട്ടിലാണെങ്കിൽ ഒരു പെണ്ണ് മാത്രം ഉള്ളേ. അപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു, ഉമർ പണ്ടത്തെ പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മഹാനാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് പോന്നു. പിറ്റേ ദിവസം വീണ്ടും നോക്കി, വീണ്ടും പിന്നാലെ പോയി നോക്കി. മഹാനാകുന്ന ചരിത്രം സുദീർഘമാണ്, ചുരുക്കി പറയാം. മഹാനാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു വീണ്ടും ഉമറുൽ ഫാറൂഖിന്റെ പിന്നാലെ പോയി നോക്കി. ആ പിന്നാലെ പോയി നോക്കിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ആ വീട്ടിൽ തന്നെ കയറുകയാണ്. ഇത് എന്നുണ്ട്, എന്നും ഈ വീട്ടിൽ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി പോകുന്നേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു കയറി ചെന്നപ്പോ ആ കട്ടിലൊരു കിളവിയായ ഒരു തള്ള, ഒരു മനുഷ്യത്തി, ഒരു കിളവിയായ ഒരു ഉമ്മ അവിടെ കിടക്കാണ്. ആ ഉമ്മ കടന്നിടത്ത് കടന്ന് വിസർജിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മ. ഈ ഉമ്മയെ കണ്ടപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൽബ് പൊട്ടിപ്പോയി എന്ന് ചരിത്രം പറയാൻ. ഈ ഉമ്മനെ പരിചരിക്കാൻ, ഈ ഉമ്മയെ ശുശ്രൂഷിക്കാനാണ് മഹാനാകുന്ന ഉമറുൽ ഫാറൂഖ്, മീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. നമുക്ക് കഴിയോ മുഅ്മിനീങ്ങളെ? നമുക്ക് കഴിയോ? അള്ളാഹുവിന്റെ റസൂല് ഒരു സമുദായത്തെ ഏൽപ്പിച്ചു കൊടുത്ത് മീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ് എന്ന പേരും വെച്ചു കൊടുത്ത സയ്യിദുന ഉമർ പോയിട്ട് ഈ ഉമ്മന്റെ കാഷ്ടം വൃത്തിയാക്കും, ആ ഉമ്മക്ക് കഴുകി കൊടുക്കും. എന്നിട്ട് ആ ഉമ്മക്ക് അതൊക്കെ കഴുകി കൊടുത്തിട്ട് ഈ ഉമ്മക്ക് ഒരു പൊതി ചോറും കൊടുത്തിട്ടാണ് സയ്യിദുന ഉമർ ഇവിടുന്ന് ഇറങ്ങി പോരുമായിരുന്നുള്ളൂ എന്ന് ചരിത്രം പറയുമ്പോ ഈ ഉമ്മക്ക് ഇത് അറിഞ്ഞിരുന്നില്ല, ഇത് ഉമർ തങ്ങളാണെന്ന് അറിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് മഹാനാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾ ആരാ നിങ്ങൾക്ക് അറിയോ? അപ്പോഴാണ് ആ നേരത്തെ താഴ്വസ്താവ് പറഞ്ഞ ആ പാട്ട്, അറിയുന്നോ ഏ ഉമ്മ ഇതാരാണെന്ന്, കിസ്റാവർക്കും കൈസറാൽ ഞെട്ടുന്നതാ. സയ്യിദുന ഉമർ തങ്ങളാ അമ്മ വന്നിരുന്നത് എന്ന് മഹാനാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോ മുഅ്മിനീങ്ങളെ, ഉമറുൽ ഫാറൂഖ് കാണിച്ച കരുണ ഒന്ന് നോക്കി നിങ്ങൾ. ആരാണ് കാണിക്കുന്നത്? ലോകത്തിന്റെ നേതാവല്ലേ. ഇന്ന് നമ്മളുടെ രാഷ്ട്രീയ സാമ്രാജ്യത്തിന്റെ നമ്മളുടെ നേതാക്കന്മാർ, അവർക്കൊന്ന് നമ്മളുടെ നാട്ടിൽ വരണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവാണ്. ഓൽക്കൊന്ന് ഒരു ചെറിയ വിസിറ്റ് നടത്തണമെങ്കിൽ ലക്ഷങ്ങളെ ചെലവാണ്. ഒരു ചെലവുമില്ലാതെ സാധുക്കളെ സംരക്ഷിച്ചിരുന്ന സാധു സംരക്ഷണം ഈ ലോകത്ത് തുടക്കം കുറിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻഗാമി മീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കാണിച്ച കരുണ ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ആ ഉമ്മാന്റെ മലമൂത്രം വരെ നമുക്ക് കഴിയോ? നമുക്ക് നമ്മുടെ സ്വന്തം അമ്മയാണെന്ന് കണക്കൂട്ടിക്കൂടി. നമ്മുടെ സ്വന്തം അമ്മ, ഒരു 90 വയസ്സായി, അമ്മ വയ്യാതെ കിടക്കുകയാണ്. നമ്മളെ പെണ്ണുങ്ങളോട് ചിലപ്പോൾ പറയും അതൊന്നും ചെയ്തു കൊടുക്കാൻ പറയും. നമ്മളെ ആണുങ്ങളാകുന്ന നമ്മൾ ചെയ്യോ? നമുക്കൊരു ലേശം പ്രയാസം ഉണ്ടാവും. പിന്നെ അങ്ങേയറ്റം കൽബിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുടിയിരുത്തിയവനക്ക് അതിനൊക്കെ സാധ്യമാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ കാണിച്ച കരുണ അതിന്റെയൊക്കെ എത്രയോ അങ്ങേ അറ്റമാണ്. വല്ലാഹു അർഹമുർ റഹീമീൻ. അതുകൊണ്ട് ആ കരുണയുടെ കവാടത്തിന്റെ, ആ കടാക്ഷത്തിന്റെ ദിവസങ്ങൾ, സുദിനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് സമാഗതമാകുന്നു. അത് വേണ്ടുവോളം ഉപയോഗപ്പെടുത്താൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ അവന്റെ ഇഷ്ടപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട സുഖലോക ഫിർദൗസിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കവർ നമ്മളെടുത്ത് തന്നിട്ടുണ്ടാവും. കിട്ടിയില്ല? എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? ആ കവറിൽ ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ ആ കവറിൽ നിക്ഷേപിച്ചിട്ട് നിങ്ങളിവിടെ സംഘാടകരെ കൂടെ ഏൽപ്പിക്കണം. നമുക്കറിയാം നാളെ നമ്മൾ ഭക്ഷണമൊക്കെ 100 കിൻഡലാന്ന് തോന്നുന്നുണ്ട്. 100 കിൻഡൽ അല്ലേ? 100 കിൻഡൽ അരി, 100 കിൻഡൽ ഇറച്ചിയല്ലേ? ഇത്രയൊന്നും ഇല്ല. എന്താരും ഉണ്ടാത്ത് ആരും അറിഞ്ഞിട്ടല്ല. അപ്പൊ നിങ്ങളേക്ക് സഹകരിച്ചിട്ടില്ല. അപ്പൊ ഞേക്കൊന്ന് സഹകരിക്കും മനസ്സറിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്.
നാളത്തെ ഭക്ഷണത്തിക്ക് ഒരു 1111 റുപ്യ കൊടുക്കാൻ പറ്റിയ ഒരാള് UP മഹല്ലിനെ വസലാക്കല്ലേ കേട്ടോ. 1111 റുപ്യ കൊടുക്കാൻ പറ്റിയ ഒരാൾ. ഈ പേര് വിളിച്ചു പറയും, കുറെ ആൾക്കാരെ പേരൊക്കെ അറിയും. മുസ്തഫ ഒരു 1100, ഒരു 2 ആളും കൂടി 3 ആളായ അവസാനം പേരെന്താ? നൗഷാദ്. അല്ലാഹുവേ ഖബൂലാക്കണേ റഹ്മാനെ. മുസ്തഫാക്കി നൗഷാദ് അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ. അവരുടെ സമ്പത്തിൽ നീ ഖൈറിനെ കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ഖൈറിനെ കൊടുക്കണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും സംരക്ഷിക്കണേ അല്ലാ. അവരുടെ മക്കളെ നീ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണം റഹ്മാനെ. അല്ലാഹുവേ ഈ മജ്ലിസിലേക്ക് നാളത്തെ ആ ഭക്ഷണത്തിലേക്ക് സഹായിക്കുന്നവരെ ആരെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. ഇനി ഒരാളും കൂടി പറയും ഇൻഷാ അല്ലാ. പറയും, മാഷന്മാരും പ്രൊഫസർമാരൊക്കെ ഉണ്ട് കേട്ടോ. ആള് കൊടുക്കണവരാണെന്ന് അറിയാം, എന്നാലും പറഞ്ഞോളി. 1111 കൂടി, 1111 പറ്റിയൊരു മനുഷ്യന്മാരില്ലേ? പെണ്ണുങ്ങളെ ഭാഗത്തുനിന്നും പറയാം. 1111 കൂടി 3 എണ്ണം മതി. 3 എണ്ണം കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. 2 ആളായി. ഒരാളും കൂടി. നബി തിരുമേനി സ്വല്ലല്ലാഹ്, നബി മൂസാ കലീമുല്ലാഹ്, അബിൽ അബ്ബാസ് ഖിദ്റുല്ലാഹ്, നബി ഈസാ റൂഹുല്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരാളും കൂടെ. സ്ത്രീകളെ ഭാഗത്തുനിന്നാലും അല്ല. 1111 റുപ്യ നിങ്ങൾ നാളെ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. ഒരു മാസത്തിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി. എന്നാലും ഓൽക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ട്, വരാണ്ട് എന്നുള്ളൊരു സമാധാനം. അൻവർ പറയാം 1111. അൻവർ 1111 റുപ്യ എഴുതിക്കോളി. 3 ആളായി. ഇനി ഇൻഷാ അല്ലാഹ് ഇനി 1111 അവസാനിച്ചു. ഇനി വലിയൊരു പിരിവിന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുമില്ല, ഉദ്ദേശിക്കണമില്ല. 3 ആള് 1111 വന്നു. പിന്നെ പ്രത്യേകം ദുആ ചെയ്യാൻ 10,000 അല്ലേ? 10,000 രൂപ. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ ഖബൂലാക്കണേ അല്ലാ. ഉടമസ്ഥനായ റബ്ബേ അതാരാണെന്നും അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെന്നും അറിയുന്ന അല്ലാമുൽ ഗുയൂബേ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ബദരീങ്ങളുടെ മദദ് കൊണ്ട്, ബദരീങ്ങളുടെ നളർ കൊണ്ട് നീ ആ സഹോദരനെയും ആ കുടുംബത്തെയും റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. ഉടമസ്ഥനായ അല്ലാ, ഈ സദസ്സിലേക്ക് സംഭാവന ചോദിച്ചപ്പോൾ അതിലേക്ക് തരാമെന്ന് പറഞ്ഞവർ റബ്ബേ അവരുടെ ഇഷ്ടം പോലെ സമ്പാദ്യമുണ്ടായിട്ടല്ല അല്ലാ, റഹ്മാനേ നിന്റെ ദീനിനോടുള്ള സഹകരണമാണ്. നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇവിടെ കുറെ ദ്വാരക്കാൻ കിട്ടിയിട്ടുണ്ട്. മരിച്ചവരുടെ പേരിൽ ദ്വാ ചെയ്യാൻ 500, ദ്വാ ചെയ്യാൻ 500, അങ്ങനെ കുറെ ദ്വാ ചെയ്യാൻ 500, പിന്നെ ഒരു 200 സുഖപ്രസവത്തിന്. ശരിക്കും അങ്ങനെ ഒരു പ്രസവമില്ല. സുഖപ്രസവം എന്ന് പറഞ്ഞിട്ടൊരു പ്രസവമില്ല. സുഖത്തിൽ ആരെങ്കിലും പ്രസവിച്ചോ? ഒരു ലേശം പണിയുണ്ട്. സുഖപ്രസവമല്ല. അവ പിന്നെ പ്രസവം എളുപ്പാവാൻ അല്ലാഹു പ്രസവം എളുപ്പാക്കി കൊടുക്കട്ടെ. ഭക്ഷണത്തിലേക്ക് ഒരു 500, അതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഒരു 313 റുപ്യ വെച്ചിട്ട് 313 ഉദ്ഘാടകൻ ആരാ? ഒരു 313 റുപ്യ. യൂനിസാക്ക ഒരു 313. പിന്നെ ഇവരുടെ പേര് എനിക്കറിയില്ല. ജയരഞ്ജനാണെന്ന് അറിയാം, പേരറിയില്ല. അഷറഫ്. പിന്നെ ഒന്ന് ഷബീർ അവിടെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ 3 ആളായി ഇപ്പൊ. 313 ഇനി ആരാ? അനി തങ്ങള് ഒരു 313 അല്ലേ? ഇനി ഒരു 313 കൂടി. മൂപ്പര് എനിക്ക് നല്ലോണം അറിയാം, പക്ഷെ പേരറിയാത്ത പ്രശ്നമുള്ളൂ. അതുകൂട്ടിയാക്ക 313. പിന്നെ ഇനി ഒരു 300 വേഗം പറഞ്ഞോളി. വേഗം തകർക്കാലോ. സ്ത്രീകളെ ഭാഗത്തുനിന്ന് ആരും വരുന്നില്ല. ഒരു 313 റുപ്യ തരാൻ 3 കിലോ മത്തിയുടെ പൈസ ഉള്ള ഉമ്മമാരെ
ഇതാ ഒരു സഹോദരി, മറ്റൊരു സഹോദരി പേര് എഴുതിക്കോളിട്ടോ. അവസാനം പറഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. രണ്ടാള്, ഇതാ മൂന്നാള്. ഞാരാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തൂദിട്ട നബിയേ മുഹമ്മദ് മന്ദാര മലരെ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹ്മാനായ അല്ലാഹ്. ആമീൻ പറയും. കൊടുത്തോരും കൊടുക്കാനുള്ളവരൊക്കെ ആമീൻ പറഞ്ഞോളി. അർഹമുർ റഹ്മാനായ റബ്ബേ, ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് ബദരീങ്ങളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് ഉടമസ്ഥനായ റബ്ബേ ആവശ്യപ്പെട്ടപ്പോൾ അതിലേക്ക് തന്നവരുണ്ട് റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സാമാന്യ സഹോദരങ്ങള്, സഹോദരിമാർ, അവർ ആരൊക്കെയാണെന്ന് ഉടമസ്ഥനായ റബ്ബേ നിനക്കറിയാലോ അല്ലാഹ്. സാധുക്കളാണ് അതിലേക്ക് കൈ ഉയർത്തിയത്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ് റബ്ബേ. ഒരിടക്കലും മുതലുണ്ടായിട്ടല്ല. നിന്റെ ബദരീങ്ങളെ സാക്ഷിയാക്കിയിട്ട് നാളെ റഹ്മാനെ ഇത് കൊടുത്തതിന്റെ പേരിൽ നാളെ മഹ്ശറയിൽ നിന്ന് ബദരീങ്ങൾ മാടി വിളിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയൊക്കെ പെടുത്തണേ അല്ലാഹ്. ഈ സംഭാവനയുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ മുത്ത് റസൂലുള്ളാഹിന്റെ ജിവാറിലായിക്കൊണ്ട് ഫിർദൗസിൽ ഇടം തരണേ അല്ലാഹ്. നിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 313 എത്ര ആളായി? നമുക്കൊരു എണ്ണത്തിന്റെ കണക്കുണ്ട്, അത് നമ്മളെ മശായിഖിന്റെ കണക്കാണ്. അതിലല്ല നിർത്തിയതെങ്കിൽ സൂപ്പാണ്. ഇപ്പൊ 313 എത്ര ആളായി? 313 പറഞ്ഞോരൊന്ന് കൈ വെക്കോ? എഴുതിയെടുക്കാനൊന്നും ആൾക്കാരില്ല. ആ ഷബീർ ആ കുട്ടിനെ കാര്യത്തിന് കൊടുത്തിട്ട് വന്ന് എഴുതിയെടുക്ക. അവിടെ ആരെങ്കിലും ഒക്കെ ഒന്ന് വന്ന്, ആരെങ്കിലും നോബൽ വൈസ് ഇവിടെ എത്തിയോ? ആരെങ്കിലും എഴുതിയെടുക്കേ. എത്ര ആളായി? 1 2 3 4. ഇവിടെ 3 ആളും ഇല്ലേ? സ്ത്രീകളെ ഭാഗത്ത് 3 ആളോ? 2. ഒരു കയ്യും കൂടി പൊങ്ങാണ്ടോ? 3. 4 ആള്. അപ്പൊ 7 4 എത്ര? 7 4 എത്ര സാകാം? 9 അല്ലേ? 7 4 74. മൂപ്പര സ്കൂൾ കൂട്ടാൻ മേത്ത് വേറെന്തിനും വിട്ടാൽ മതിയാണ്. 7 4 9. അപ്പോ 9 ആളായി അല്ലേ? 13 ആള് ഇൻഷാ അല്ലാഹ്. ഒരു 13 ആളായാലും അവസാനിപ്പിക്കാം. 7 4 11 എന്റെ അടുത്താണ് തെറ്റിന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായിക്കണോ നോക്കാൻ വേണ്ടിട്ടാ. ഇനി 2 ആളും കൂടി മതി. ഇനി ഒരു 2 ആളും കൂടി സ്ത്രീകളെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവും. ഒരു 2 ആളും കൂടി. ഉമ്മമാരെ ഒരു 2 ആളും കൂടി നിങ്ങൾ സഹകരിക്കും. ഒരു 2 ആളും കൂടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനി സല്ലല്ലാഹു നബി മൂസ കലീമുല്ലാഹ് അബിൽ അബ്ബാസ് ഖിളറുല്ലാഹ് നബി ഈസാ റൂഹുല്ലാഹ്. പടച്ചോനെ, ഇനി പറയുന്ന 2 ആളുകളുണ്ടല്ലോ, അവർക്ക് റഹ്മാനെ നീ നിന്റെ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. 2 ആൾക്കാർ ഇവിടെ കൈ വെക്കിക്കണോ? 2 ആള്. വേറൊരാള് കൈ വെക്കിയിട്ടില്ലല്ലോ. 3 ആള് വെക്കിക്കണം. 4 ആള് വെക്കിക്കണം. അപ്പൊ എത്രയായി? 11 15 ആളായി. എന്നാ 17 നിർത്തി. 2 ആളും കൂടി 17. 13 കഴിഞ്ഞ പിന്നെ 17, പിന്നെ 21 ഉള്ളൂട്ടോ. അപ്പൊ ആലോചിച്ച് പൊക്കിക്കോളി. 2 ആളും കൂടി. ഒരു 2 ആളും കൂടി. അത് നമ്മളെ മശായിഖിന്റെ അതതാണ്. നിങ്ങളെ അതിലൊരു ബർക്കത്ത് ഉണ്ടെന്ന് ഷെയ്ഖുൻ എപ്പോഴും പറയാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. കേട്ടോ, 13 വെച്ചപ്പോ 17 എന്താ ഒരു ഉമ്മയും കൂടി. അള്ളാഹു ആ അമ്മക്ക് 1000 ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. ഈ മുമ്പിൽ പൈസ കണ്ടിട്ടില്ലോ ഉണ്ടോ? മുമ്പിൽ ഇരിക്കണം. ഒന്നും കൂടി കൈ നോക്കിക്കാണി. ആ അമ്മാക്ക് നീ 1000 ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. അവരുടെ മക്കൾക്ക് റഹ്മാനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കാക്കണേ റഹ്മാനെ. അവസാനത്തെ ഒരാളും കൂടി പറഞ്ഞു. 2 ആൾ വെക്കി. 3 ആൾ വെക്കി. അവസാനത്തെ ഇപ്പൊ 3 ആളായി കേട്ടോ. ഒരാൾ പറഞ്ഞു 3 ആള്. ഒന്നും കൂടി കൈ വെക്കി. നിങ്ങളെ കണക്കെടുക്കാനാണ്. 2 ഇവിടെ 1 3
മൂന്നാളായില്ലേ? മൂന്നാളല്ലേ? അപ്പൊ എത്രയായി? 20. ഇനി ഒരാളും കൂടി. ഇത് ലാസ്റ്റത്തെ ഒരാളെന്താ ഇതാ ആ അമ്മ, ഇവിടെ ഒരു ഉമ്മ കൈവക്കിക്കും. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്. 21 ആള് 313 റുപ്യ 21 ആള് തന്നു. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ചോനെ ഇവരുടെയൊക്കെ ആസ്തിയും വ്യവസ്ഥയും മുഴുവനും അറിയുന്ന റബ്ബേ, നിന്റെ ദീനിന് വേണ്ടി ചോദിച്ചപ്പോഴാണ്, നിന്റെ ദീനിന് വേണ്ടി ഒന്ന് കൈനീട്ടിയപ്പോ തരാൻ കാണിച്ച സന്മനസ്സിനെ നീ വെറുതെയാക്കല്ലേ അല്ലാ. ആ സാധുക്കളായ ഉമ്മമാര് ഇവരുടെ ഭർത്താക്കന്മാരോട് ചോദിക്കണമെന്ന് പോലും ചിന്തിച്ചില്ല. ചോനെ ഞങ്ങൾക്ക് ഒരു തരും എന്നുള്ള വിശ്വാസത്തിൽ അവർ ഏറ്റെടുത്തതാ. നീ കബൂലാക്കണേ അല്ലാ. ആ ഉമ്മമാര് നീ വെറുതെയാക്കല്ല റഹ്മാനെ. ഏറ്റെടുത്തവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ചോനെ നിനക്ക് പകരം കൊടുക്കാൻ ഞങ്ങളെടുത്തൊന്നുമില്ല അല്ലാ. ഇവർക്ക് ബദരീങ്ങളുടെ മദത് കൊടുക്കണേ അല്ലാ. ബിഹഖ് നബിയനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കല്ലേ? ഇനി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നാളെയും പരിപാടിയില്ലേ? സമയം എത്രയായി? 11 ആ 11 മണി കഴിഞ്ഞിക്കൂടൂല്ലേ? അപ്പൊ ഞാൻ ചെറിയൊരു ദുആയും കൂടി തുറന്നിട്ട് നമുക്ക് നാളെ പരിപാടി ഇല്ലാണ്. നാളെ ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് വല്ലപ്പോഴത്തെ തങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ ദുആക്ക് നേതൃത്വം നൽകും. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നാളെ എല്ലാവരും നേരത്തെ തന്നെ വന്ന് ഇശാസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ, നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ 9 മണി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര വൈകിട്ടുള്ളത്. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് ഇശാസ്കാരം നമുക്ക് 8:08 ഇഖാമത്ത് കൊടുക്കും. 8:16 ആയിട്ട് നമ്മൾ നമസ്കാരം കഴിയും. അപ്പോൾ 8:20 എല്ലാവരും ആ ഒരു സമയത്തേക്ക് എത്തി കൃത്യമായിട്ട് 8:30 വളരെ കൃത്യമായി 8:30 തന്നെ പരിപാടി ആരംഭിക്കേണ്ട രൂപത്തിൽ എല്ലാവരും വരണമെന്നും കൂടെ സാന്ദർഭികമായി ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിലേക്ക് സഹകരിച്ചു, സംഭാവന നൽകി. അല്ലാഹു അവർക്കൊക്കെ ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه يكافي مزيدا. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم إنا نسألك بحق يا حي يا قيوم وبحق يا ودود يا ودود وبحق يا الله وبحق يا الله يا الله يا الله. اللهم ارحمنا برحمتك يا أرحم الراحمين. أرحم الرحمن يا خالق يا رازق يا തമ്പുരാനെ ഉടമസ്ഥനെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, ഞങ്ങൾ പാപികളാണല്ലാ. സകല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. നിന്നെ ധിക്കരിച്ച് ചെയ്തതല്ല അല്ലാ, സാഹചര്യം മൂലം സംഭവിച്ചതാണ് റഹ്മാനെ. റബ്ബേ അതിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനെ. റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങളിലുള്ള മുഴുവൻ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാ. ഉടമസ്ഥനായ റബ്ബേ ഈ മജ്ലിസിൽ വന്ന ഓരോരുത്തരുടെയും കൽവിൽ നീറുന്ന 100 പ്രശ്നങ്ങളുണ്ട്. ഉടമസ്ഥനെ മുഴുവനും നീ കാണുന്നല്ലോ അല്ലാ. നീ ഏറ്റെടുക്കണേ റഹ്മാനെ. റബ്ബേ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കണേ അല്ലാ. റഹ്മാനെ ഈ മജ്ലിസിൽ സംഭാവന ആവശ്യപ്പെട്ടപ്പോ അല്ലാ സാധുക്കളായ ഒരുപാട് ആളുകൾ സഹകരിച്ചു റബ്ബേ. അവരെ വീടും പേരും നാടും അറിയുന്ന അല്ലാ, അവർക്കൊക്കെ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ സമ്പത്തിൽ വർധനവ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളി ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. ഞങ്ങൾക്ക് ക്യാൻസറിനെ തരല്ലേ അല്ലാ. ട്യൂമർ തരല്ല റഹ്മാനെ. കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തരല്ലേ അല്ലാ. ഞങ്ങളെ കിഡ്നി മാറ്റി വെക്കേണ്ടുന്ന ദാരുണാവസ്ഥ തരല്ല അല്ലാ.
മറ്റുള്ളവന്റെ മുമ്പിൽ പോയി കൈനീട്ടുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. റഹ്മാനെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ മക്കൾ, ഞങ്ങളെ കൂടെ കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, ഞങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാവരും റഹ്മാനെ, വാപ്പയൊന്ന് മരണപ്പെട്ടെങ്കിൽ ഉമ്മയൊന്ന് മരണപ്പെട്ടെങ്കിൽ എന്ന് പറയുന്ന രോഗങ്ങളെ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അത്തരത്തിലുള്ള രോഗങ്ങളെ തന്ന് ഞങ്ങളെ കടത്തല്ലേ റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിന്റെ അടുത്തേക്ക് മൂക്ക് പൊത്തിപ്പിടിച്ചു വരുന്ന ദുർഗന്ധമുള്ള രോഗങ്ങളെ തരല്ലേ അല്ലാ. ഞങ്ങളെ മക്കള് ഞങ്ങളെ വെറുക്കുന്ന രോഗങ്ങളെ തരല്ലേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ റബ്ബേ കള്ളിനും കഞ്ചാവിനും അടിമയാക്കല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ശിഷ്യന്മാര്, എന്റെ ദർസിൽ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് റബ്ബേ, അവരവരുടെ നാടും വീടും ഉപേക്ഷിച്ച് വന്നവരാ, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. നാളെ ആഖിറത്തിലേക്കുള്ള മുതൽ കൂട്ടാക്കണേ റഹ്മാനെ. മക്കളെ നീ മുതൽ കൂട്ടാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെയൊക്കെ ഖൈറിന്റെ വാഹകരാക്കണേ അല്ലാ. ഞങ്ങളെ മക്കള് റബ്ബേ ഞങ്ങളെ നേരെ വന്നുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. മാനെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രിയപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട പൊറ്റുമ്മ, ഞങ്ങളെ പോറ്റുമ്മ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ റബ്ബേ, ഞങ്ങളെ താങ്ങും തണലുമാണല്ലോ. ഉമ്മന്റെ കരങ്ങൾക്ക് ശക്തി കൊടുക്കണേ അല്ലാ. മാനെ, ആ കരങ്ങളെ തളർത്തല്ലേ അല്ലാ. ഏത് സമയത്തും റഹ്മാനെ, ഏത് സമയത്ത് ഞങ്ങള് കേറി ചെല്ലുമ്പോഴും ആ കഥകില് പിടിച്ചു നിൽക്കുന്നത് ഞങ്ങളെ ഉമ്മയാണല്ലാ. റബ്ബേ, ഞങ്ങളെ ഉമ്മക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഉമ്മക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയതിന് പ്രതിഫലം ഞങ്ങളിൽ കൊടുക്കാനില്ല റബ്ബേ. ഉറപ്പും കൂടാതെ, ഒരു വെറുപ്പും കൂടാതെ ഞങ്ങളുടെ മലമൂത്രം കഴുകി വൃത്തിയാക്കിയല്ലോ അല്ലാ. റബ്ബേ, ഞങ്ങളെ ഉമ്മക്ക് ഞങ്ങൾ തിരിച്ചെന്ത് നൽകും റഹ്മാനെ. ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ പലരുടെയും വാപ്പമാര് മരിച്ചിട്ടുണ്ട്, ഉമ്മമാര് മരിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ അല്ലാ. മാനെ, ഞങ്ങളെ വാപ്പമാര് നിങ്ങൾക്ക് ഓർമ്മ വെച്ചത് മുതൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു റബ്ബേ. ഒരു ജീവിതം മുഴുവനും ഞങ്ങൾക്ക് മാറ്റിവെച്ചവരാണല്ലോ. അവർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ അവസാനിപ്പിക്കുന്നു റഹ്മാനെ. ഇത്ര നേരം ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. റബ്ബേ, അവസാനമായി നിന്നിലേക്ക് അല്ലാത്ത ഒരു ആഗ്രഹത്തെ, ആശയെ നിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു റബ്ബേ. ഇന്നേ വരെ റഹ്മാനെ, ഈ സമയം വരെ റസൂലുള്ളാഹിന്റെ മദീന ഒന്ന് കണ്ടിട്ടില്ല അല്ലാ. ആ മദീനയിൽ ഒന്ന് എത്തിക്കണേ റഹ്മാനെ. മുസ്തഫായ നബിന്റെ മദീന കാണാതെ ഞങ്ങളെ ഭരിപ്പിക്കല്ലേ അല്ലാ. റസൂലുള്ളാഹിന്റെ ആ പച്ച കുബ്ബന്റെ ചോട്ടിലൊന്ന് ചെന്ന് നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ തൗഫീഖ് തരണേ അല്ലാ. ആ കഅബന്റെ കറുത്ത കിസ്വമ്മ ഒന്ന് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ടൊന്ന് ദ്വാരക്കാൻ തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന്, ഞങ്ങളുടെ നേതാവിനെ ഒന്ന് കാണിപ്പിക്കണേ റബ്ബേ. ഒരൊറ്റ തവണയെങ്കിലും കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളെ കണ്ണിന് കതിരക്കുള്ള പവറില്ല റബ്ബേ.
നിന്റെ മഹ്ല് ഫള് കൊണ്ട് കാണിപ്പിക്കണേ അല്ലാ. റഹ്മാനേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ഖബറിന്റെ കൂരാകൂരിരുട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ടൊക്കെ ഞങ്ങളുടെ ഖബറിൽ നൂറിനെ നിറക്കണേ അല്ലാ. റഹ്മാനേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. റബ്ബേ ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഈ മഹല്ലത്തുകാരനായ ഒരു സഹോദരൻ കുറച്ചു ദിവസം മുമ്പ് റബ്ബേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഒരുപാട് ചികിത്സകൾ നടത്തി, മക്കളില്ല, ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാ. മുഴുവത്തിനും കഴിവുള്ള റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بارك لنا في شعبان وبلغنا رمضان. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين ويا أكرم الأكرمين ويا غياث المستغيثين. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെയൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടു കൂടെ വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നാളെ ഇൻഷാ അല്ലാഹ് പറഞ്ഞതുപോലെ 8:30 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കേണ്ടതെന്ന് വന്നിരാകുന്ന തങ്ങൾ വരുമ്പോൾ എല്ലാവരും ആ സദസ്സിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.